യു വെരി മച്ച്. നമുക്കിന്ന് രാത്രിയിൽ ഇങ്ങനെ മീറ്റിംഗ് കൂടുവാൻ ദൈവം സഹായിച്ചല്ലോ. ലൈക്ക് ടു താങ്ക് ഈച്ച് വൺ ഓഫ് യുവർ പ്രസൻസ് ഹിയർ. എല്ലാവരും ഓർമ്മത്തെ സ്തുതിക്കുകയാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ സൂം മീറ്റിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ്. സോ വെൽക്കം ടു ഹോളി സ്പിരിറ്റ് റൈറ്റ് നൗ. യു വെൽക്കം ഹോളി സ്പിരിറ്റ്. എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തോട് വിളിച്ചാൽ ക്ഷണിച്ചാലും വെൽക്കം ഹോളി. നമ്മുടെ വായോട്ട് തന്നെ പറയണം, വെൽക്കം ഹോളി സ്പിരിറ്റ്. യു വെൽക്കം ഹോളി സ്പിരിറ്റ്. യു വെൽക്കം ഹോളി സ്പിരിറ്റ്. യു വെൽക്കം ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ കർത്താവെ സറണ്ടർ, വി സറണ്ടർ യു, വി സറണ്ടർ യു, വി ആർ സറണ്ടർ യു. വി വെൽക്കം ഹോളി സ്പിരിറ്റ്, വി സറണ്ടർ യു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ പ്രസൻസിനായ സ്തോത്രം. പ്രസൻസ് എവിടെ ഉണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഈസ് ഹിയർ റൈറ്റ് നൗ. യേശുവിൻ്റെ ആ പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രസൻസ് ഇവിടെ വന്നിരിക്കുന്നതിനാൽ നന്ദി. ഓ താങ്ക് യു ജീസസ്. കർത്താവെ കൂടെ സംസാരിക്കണം. എല്ലാവരും പറയാം, കർത്താവെ കൂടെ സംസാരിക്കണമേ. ഓ ടോക്ക് ടു മീ. എല്ലാവരും പറയാം, കർത്താവിനോട് സംസാരിക്കും. സ്പീക്ക് ടു മീ ഇൻ ദ നെയിം ഓഫ് ജീസസ്, 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 ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് വി സറണ്ടർ ചെയ്യാണ്, വി സറണ്ടർ ചെയ്യാണ്. ഓ വി സറണ്ടർ യു, വി സറണ്ടർ, വി സറണ്ടർ. ഓ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് സംസാരിച്ചാലും, പരിശുദ്ധാത്മാവോട് സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവോട് സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവോട് സംസാരിച്ചാൽ, ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവോട് സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവോട് സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവോട് സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവോട് സംസാരിച്ചാൽ. ഓ രക്തത്താഴ്ച, രക്തത്താഴ്ച. എല്ലാവരും പരിശുദ്ധാത്മാവോട് സംസാരിച്ചു, എല്ലാവരും പരിശുദ്ധാത്മാവോട് സംസാരിച്ചു, പരിശുദ്ധാത്മാവോട് സംസാരിച്ചാൽ. God, we invite you, we invite you, we invite you, we welcome to you. God, we are waiting upon you. വലിയ ദിവസമാണിത്. ഭയങ്കര ചൂട് ഞാൻ ഉപയോഗിച്ചിരിക്കുക. ഐ ഫീൽ ഹീറ്റ് ആക്ച്വലി. ഐ ഫീൽ ഹോട്ട് ബിക്കോസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിൻ്റെ ഹോട്ട് ഇങ്ങനെ, ആ ഹോളി സ്പിരിറ്റിൻ്റെ പ്രസൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് ദൈവത്തെ നിങ്ങൾ ഉൾമുറിയിലോട്ട് വിളിക്കുക. ഇഫ് യു ക്യാൻ ഓപ്പൺ ദ വട്ട് ഈസ് കോളിംഗ് വീഡിയോ, നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്യാൻ ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും. താങ്ക് യു ജീസസ്. താങ്ക് യു പാസ്റ്റർ വെൽസ്. നല്ലൊരു മെസ്സേജ് തരുവാനിടയായി. നമുക്ക് സബ്ജക്റ്റിലോട്ട് കിടക്കാമല്ലോ. സോ ഹൗ ടു വാക്ക് ഇൻ ഗോഡ്സ് അനോയിന്റിങ്. എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നടക്കാൻ പറ്റും. ഹൗ ടു വാക്ക് ഇൻ ദ ഗോഡ്സ് അനോയിന്റിങ്. എങ്ങനെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നടക്കാൻ പറ്റും. ഞാനൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20, മാക്സിമം 30 മിനിറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് നയിക്കുന്നതനുസരിച്ച്. അതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സോ സ്പീക്കിംഗ് ഓഫ് പവർ ഓഫ് ലിവിങ് ഗാഡ്, അതാണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. സ്പീക്കിംഗ് ഓഫ് പവർ ഓഫ് ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ രണ്ട് രീതിയിൽ നമുക്ക് ആ സബ്ജക്റ്റ് എടുക്കാൻ പറ്റും. God's how to walk in the God's anointing, or speaking or power of God's anointing, living God, you know. So walk in the God's anointing. So speaking of power of living God. So we were never meant to work for the anointing. We were meant to abide, and abiding is born from intimacy. അപ്പം അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ജീസസ് said, നമുക്ക് ഇൻറ്റിമസി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇൻറ്റിമസി, കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പവർ നമുക്ക് ലഭിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പവർ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, സിമ്പിളായിട്ട് യേശു പറഞ്ഞത്. യേശു നമ്മൾ വായിച്ചിട്ടുണ്ട്. ജീസസ് ഐ ആം ദ വൈൻ, അല്ലേ? ഞാൻ വചനം എടുക്കുന്നുണ്ട്. ഐ ആം ദ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്. നോക്കിയേ, ഐ ആം ദ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്. അപ്പാർട്ട് മീ, അല്ലേ? അപ്പാർട്ട് മീ, ദ ബ്രാഞ്ചസ്, ദ അപ്പാർട്ട് from me we can do nothing. നോക്കിയേ, ഞാൻ വേണേ നത്തിങ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശുവിൻ്റെ കൂടെ ഇരിക്കാതെ, യേശുവിനോട് ഒട്ടിയിരിക്കാതെ, യേശുവിൻ്റെ കൂടെ നടക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സോ നത്തിങ് നോ ഹീലിങ്സ്, നോ പവർ, നോ റിവലേഷൻ. സോ യേശുവിനോട് ഒട്ടിയിരുന്നെങ്കിൽ മാത്രമേ ഹീലിങ്സ് നടക്കത്തുള്ളൂ. യേശുവിനോട് ഒട്ടിയിരുന്നെങ്കിൽ മാത്രമേ പവർ നമുക്ക് കിട്ടത്തുള്ളൂ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിനോട് യു റിസീവ് ദ പവർ. ഓക്കെ, യേശുവിനോട് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ലൈഫ് കിട്ടത്തുള്ളൂ. ലൈഫ്, ജീവൻ കിട്ടത്തുള്ളൂ.
യേശുവിൻ്റെ കൂടെ നടന്നില്ലെങ്കിൽ ഇതെല്ലാം ഡിസ്കണക്റ്റഡ് ആയി പോകും. നമുക്കിപ്പം ഇപ്പം നമ്മുടെ ലൈവ് സൂം നടന്നുകൊണ്ടിരിക്കുക, ലൈവ് സൂം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, എനിക്ക് ഫേസ്ബുക്കിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇൻ്റർനെറ്റ് കട്ടായി കഴിഞ്ഞാൽ എല്ലാം പോയി. ഇതുപോലെ തന്നെയാണ് യേശുവായിട്ട് ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഫ്രം ദ വൈൻ യു ഡിസ്കണക്റ്റഡ്, യു ഫിനിഷ്. നോ മോർ പവർ, നോ മോർ ലൈഫ്, no more healings. But you may sing a song, you may preach the sermons. നമ്മൾ പാട്ട് പാടും, പ്രസംഗിക്കും കേട്ടോ, ശുശ്രൂഷയല്ല പ്രസംഗിക്കും. ബട്ട് വിത്തൗട്ട് ഇൻറ്റിമസി they are empty sounds. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രസംഗം കേൾക്കുന്നുണ്ട്, ഒരുപാട് പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് സംഗീതങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ യേശുവായിട്ട് ബന്ധമില്ലാതെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, യേശുവായിട്ട് ബന്ധമില്ലാതെ പാട്ട് പാടിയാൽ, നോ പവർ. ദേ ആർ എംറ്റി. ഒന്നുമില്ല, നത്തിങ്, എംറ്റി ആയിട്ട് ഇങ്ങനെ ഷോ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് കോൾഡ് എംറ്റി സൗണ്ട്. ഞാൻ പറയുന്നത് എംറ്റി സൗണ്ട്, ഇറ്റ്സ് കോൾഡ് എംറ്റി സൗണ്ട്. സോ വാക്ക് in the presence of God, power in the presence of God. How? Cleanse with Jesus. യേശുവിൻ്റെ കൂടെ ഒട്ടി നടക്കണം, സ്റ്റിക്ക് വിത്ത് ജീസസ്. അതുകൊണ്ടാണ് ജോൺ 15:5 യേശു പറഞ്ഞെന്താണ്? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങളെന്താണ്? ശാഖകളാണ്. ഞാൻ മുന്തിരിവള്ളി അല്ലേ? യേശു പറഞ്ഞു ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങളെല്ലാം ശാഖകളാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്ത് സിമ്പിളായിട്ട് യേശു പറഞ്ഞു, എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റരുത്. ഇന്ന് കർത്താവിനെ കൂടാതെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ജനം. യേശുവിനെ കൂടാതെ ഇന്ന് എന്താ കാണിക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല. യേശുവിനെ കൂടാതെ സംഗീതങ്ങൾ, യേശുവിനെ കൂടാതെ വർഷിപ്പ്, യേശുവിനെ കൂടാതെ പ്രസംഗങ്ങൾ. യേശു പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു രോഗശാന്തി നടക്കത്തില്ല, ഒരു വിടുതൽ നടക്കത്തില്ല, ഒരു വെളിപ്പാട് സംഭവിക്കത്തില്ല. അപ്പം മുന്തിരിവള്ളി എന്ന് വേർപെട്ട ഒരു ജീവിതത്തിൽ നിന്ന് ജനിക്കുവാൻ നമുക്ക് കഴിയത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പാട്ടുകൾ പാടാം, എത്രയോ നല്ല പാട്ട് കാണും. യേശുദാസ് നല്ല പാട്ട് പാടുന്നില്ലേ? യേശുദാസ് ഞാൻ കണ്ട ഇവിടെ തൊട്ടടുത്ത് യേശുദാസ് താമസിക്കുന്നത്. യേശുദാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അവർ ജാനകി എന്ന് പറഞ്ഞാൽ സഹോദരി പാട്ട് പാടുന്നുണ്ട്. നമുക്ക് പാട്ട് പാടാം, പക്ഷേ യേശുവിനെ കൂടാതെ പാട്ട് പാടാം. ഇന്ന് വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന യേശുവിനെ കൂടാതെയാണ്. അപ്പോൾ നമ്മുടെ വർഷിപ്പ് എവിടെ നിന്നായിരിക്കണം? ഹൃദയത്തിൽ നിന്ന് നമ്മൾ വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആത്മാവിൽ നമ്മൾ വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അനോയിൻറ്റിങ് വ്യാപരിക്കാനിടയാണ്. അനേക പ്രസംഗ മത്സരങ്ങളാണ്, കഥാപ്രസംഗങ്ങൾ പോലെ. പക്ഷെ ഒരു ഗുണവുമില്ല, ഒരു വിടുതലും നടക്കുന്നില്ല, വെറുതെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ശബ്ദമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി, വെറും ശബ്ദമല്ല അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. എന്ന് നിങ്ങളോട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനുള്ള ആഗ്രഹത്തിലാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ഇന്നലെയാണ് അത് പ്രിപ്പയർ ചെയ്തത്. ഇന്ന് ദിവസം ഇരിക്കുവാൻ ദൈവം സഹായിച്ചു. ദർ ആർ മെനി കോൾസ്. ഒത്തിരി പേരെ വിളിച്ച് ഞാൻ ആൻസർ ചെയ്യില്ല, കാരണം ശുശ്രൂഷയുള്ള ദിവസങ്ങളിൽ ഞാൻ ആൻസർ ചെയ്യാറില്ല. കാരണം ദൈവവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ആരെയും വിളിക്കാറുമില്ല, ആരെയും ആൻസർ ചെയ്യാറില്ല. അതുപോലെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്തുള്ളൂ. കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് വേണം നമ്മൾ ജനത്തിന് കൊടുക്കുവാൻ. ഈവൻ 1% or 2% or 10% or 20% or 1000%. We have to receive the message from God, then we have to deliver. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വന്നു കഴിഞ്ഞാൽ കണക്ഷൻ മാറിപ്പോകും. അതുകൊണ്ടൊന്ന് ദൈവസേനയിൽ ഇങ്ങനെ ഇറങ്ങും പരിപാടികളൊന്നുമില്ല. അത്യാവശ്യം നിങ്ങളുടെ കാര്യം ചെയ്തു, എന്നെ വൈകുന്നേരം ഇങ്ങനെ വന്ന് നിങ്ങളുടെ മീറ്റിങ്ങിന് മുന്നായിട്ട് ദൈവസേന അനേക കോഴ്സുകളൊന്നും ആൻസർ ചെയ്തില്ല. So there is nothing in the world that compares to sweetness of God's presence. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്വീറ്റ്നെസ്. എത്ര പേര് കാര്യങ്ങൾ വെറുതെ സന്തോഷമുള്ളൊരു കാര്യം വെറുതെ നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് സന്തോഷം കിട്ടും, നിങ്ങളുടെ വൈഫിൽ നിന്ന്, നിങ്ങളുടെ മക്കളിൽ നിന്ന്, നിങ്ങളുടെ ജോലിയിൽ നിന്ന്, നിങ്ങളുടെ
എന്താ പറയുന്നത്, പണത്തിൽ നിന്നൊന്നും ആ സന്തോഷം കിട്ടത്തില്ല. ദൈവത്തിൻ്റെ പ്രസൻസ്, അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രസൻസ് എപ്പോഴും നടക്കണം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ നിങ്ങൾ പ്രസൻസിലായിരിക്കണം. വൈകിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ പ്രസൻസിലായിരിക്കണം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രസൻസിലായിരിക്കണം. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് 2-3 മണിക്കൂറൊക്കെ കൂടുമ്പോൾ എന്നെ തൊടും, ഇങ്ങനെ ടച്ച് ചെയ്യും, പ്രസൻസ് വന്ന് ടച്ച് ചെയ്യും. അപ്പോൾ എനിക്ക് പറഞ്ഞു, അതുവരെ നമ്മളിങ്ങനെ ജോലിയോ അല്ലെങ്കിൽ തിരക്കിലൊക്കെ ആയിരിക്കും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന പ്രസൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, കർത്താവ് നമ്മളെ തൊട്ട്, നമ്മൾ വർഷിപ്പ് ചെയ്യും. താങ്ക് യു ജീസസ്, വർഷിപ്പ് യു. കണ്ണിക്കിടയ്ക്ക് വെള്ളം വരുന്നേരം. ഹല്ലേലൂയ. കാരണം പ്രസൻസ് അതാണ്. ആരാ ആദാവും ഹവ്വായൊക്കെ കർത്താവിൻ്റെ കൂടെയായിരുന്നു. അവരുടെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പ്രസൻസ്. വൈകുന്നേര സമയങ്ങൾ യേശുവിൻ്റെ പ്രസൻസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലേ പഴയ നിയമത്തിൽ. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ എനിക്കും നടക്കണം കർത്താവേ. അപ്പോസ്തലന്മാരെല്ലാം കർത്താവിന് 12 പേര് കർത്താവിൻ്റെ കൂടെ നടക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കാമല്ലോ. പ്രൈസ് ഗോഡ്. ദൈവ ആത്മാവോന്നല്ലേ, അതുകൊണ്ട് ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും. സോ ആൻഡ് ഐ ഹാവ് കം ഹിയർ ടു സ്പീക്ക് ഓഫ് ദ പവർ ഓഫ് ദ ലിവിങ് ഗോഡ് ആൻഡ് ഹൗ you can walk in his anointing. The anointing of God is not a feeling. അതാണ് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞ ഒരു ഫീലിങ്സ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ടാലൻറ്റ്. അതൊരു ടാലൻ്റ് അല്ല, അതൊരു കഴിവല്ല. നമ്മളെങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ എങ്ങനെ നടക്കും, അല്ല ആത്മാവിൽ എങ്ങനെ നടക്കും, എങ്ങനെയാണ് ആ ദൈവിക ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി നടക്കുക എന്ന് പറയുന്നത് ഒരു കഴിവല്ല, ഒരു ടാലൻ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ കരിസ്മ. പലതും കരിസ്മ. ഇറ്റ്സ് നോട്ട് എ കരിസ്മ. കരിസ്മ എന്ന് മലയാളം എനിക്കറിയത്തില്ല. ഇറ്റ്സ് നോട്ട് എ കരിസ്മ. സോ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് റെസ്റ്റിംഗ് അപ്പോൺ ദ ലൈഫ് ഈൽഡ്. അതാണ് അതിൻ്റെ പോയിന്റ്. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ഒരു ശക്തി നമ്മളെ റെസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മളിൽ ആവസിക്കുന്നതാണ്. ആ ലൈഫാണ് അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. ആ ലൈഫിലാണ് നടക്കേണ്ടത്. റെസ്റ്റ് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് ഓൾറെഡി. പാസ്റ്റർ മാത്യൂസ് ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞു, വെൽസ് മാസ്റ്റർ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ ഹൗ ടു വാക്ക് ഇൻ ദ സ്പിരിറ്റ് ഗോഡ്, റെസ്റ്റിംഗ് ഓൺ മീ. പരിശുദ്ധാത്മാ വെള്ളത്തുമേൽ പരിവർത്തിച്ചു എന്നാണ് വചനം പറയുന്നത്. നമ്മൾ പരിവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ റെസ്റ്റ് ചെയ്യണം. ആത്മാവ് റെസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ്? അതിന് ഈൽഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈൽഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മൾ താഴ്ത്തി കൊടുക്കണം, സറണ്ടർ ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഗോഡ് ഐ സറണ്ടർ ഇറ്റ് ടു യു. ദൈവത്തിൻ്റെ ആത്മാവേ ഞാൻ സറണ്ടർ ചെയ്യണം. ഐ എം സറണ്ടർ ഇറ്റ് ടു യു. ഈൽഡഡ്. ഈൽഡ് എന്ന് പറഞ്ഞത്. സോ റെസ്റ്റിംഗ് അപ്പോൺ എ ലൈഫ് ഈൽഡ്. സറണ്ടർ. സറണ്ടർ ചെയ്യണം. സറണ്ടർ. ഹല്ലേലൂയ. ലൈഫ് സറണ്ടർ കൊടുക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സറണ്ടർ കൊടുക്കണം. ഡോണ്ട് ഗോ ഫോർ വാട്സപ്പ്. വാട്സപ്പ് വാച്ച് ചെയ്യാൻ പാടില്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഫേസ്ബുക്ക് വാച്ച് ചെയ്യാൻ പാടില്ല. പോയി കാപ്പ് കുടിക്കാൻ കിച്ചണിൽ പോകാൻ പാടില്ല. എഴുന്നേറ്റ ഉടനെ ബെഡ്റൂമിൽ എഴുന്നേറ്റ ഉടനെ യു സറണ്ടർ. പരിശുദ്ധാത്മാവിനോട് സറണ്ടർ കൊടുക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ തോട്ട്സ് സറണ്ടർ ചെയ്യുന്നു, എൻ്റെ ബോഡി സറണ്ടർ ചെയ്യുന്നു, എൻ്റെ സോൾ സറണ്ടർ ചെയ്യുന്നു. എല്ലാം സറണ്ടർ ചെയ്യണം. എൻ്റെ ഇന്നത്തെ ദിവസം മുഴുവൻ സറണ്ടർ ചെയ്യുക. യു കൺട്രോൾ മീ, യു റെസ്റ്റ് അപ്പോൺ മീ. ഹല്ലേലൂയ. എംപ്റ്റഡ് ഓഫ് സെൽഫ്. പരിശുദ്ധാത്മാവെ, ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അവൻ്റെ അഭിഷേകത്തിൻ്റെ നിങ്ങൾക്ക് എങ്ങനെ നടക്കാൻ പറ്റും, അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷേകം ഒരു വികാരമല്ല. പലരും പറയുന്ന ഒരു വികാരമാണോ? ഒരു വികാരമല്ല. അതൊരു കഴിവല്ല, അതൊരു കരിസ്മയല്ല. അത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഹോളി സ്പിരിറ്റ് പവറാണ്. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റാണ് നമ്മളിൽ ആവസിക്കേണ്ടത്. അതിന് നമ്മളെന്ത് ചെയ്യണം? കീഴടങ്ങണം. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ തോൽവിയല്ല കേട്ടോ. നമ്മൾ പലരും വിചാരണം കീഴടങ്ങുന്ന തോൽവിനോ. നമ്മൾ കീഴടങ്ങ് സറണ്ടർ ചെയ്യുന്ന തോൽവിയല്ല. സറണ്ടർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ജയിക്കുക. ആക്ച്വലി പരിശുദ്ധാത്മാവിൽ നമ്മൾ സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജയിക്കുക. അവിടെ ജയം നമുക്കുണ്ടാവുക. നിങ്ങൾ ഇന്ന് മുതൽ സറണ്ടർ കൊടുത്ത് നിങ്ങളുടെ ജീവിതം
കുടുംബജീവൻ സറണ്ടർ ചെയ്ത് കൊടുത്തേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സറണ്ടർ ചെയ്ത് കൊടുത്തേ, നിങ്ങളുടെ നിങ്ങളുടെ മിനിസ്ട്രി സറണ്ടർ ചെയ്ത് കൊടുത്തേ. ഉറഖമാലാസി മിനിസ്ട്രി സറണ്ടർ കൊടുത്തേ. യു ഹാവ് ടു സറണ്ടർ യുവർ മിനിസ്ട്രി. You cannot run without power of God. I don't know how to run the power of, you have to minister the power without power of God. ദൈവത്തിൻ്റെ പവറില്ലാതെ നിങ്ങൾ എങ്ങനെ മിനിസ്റ്റർ ചെയ്യും? എനിക്കറിയത്തില്ല. I don't know how to. യേശുവിനോട് പറ്റിയിരിക്കാൻ നിങ്ങൾ എങ്ങനെ മിനിസ്റ്റർ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇത് കഴിവല്ല, ഇത് ടാലൻ്റ് അല്ല. ആക്ച്വലി ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നടക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിനെ ശുശ്രൂഷിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മുടെ ബോണേഗൻ ചർച്ച മുന്നോട്ട് പോകേണ്ടത്. ദ അനോയിൻറ്റിങ് ഫ്ലോസ് നോട്ട് വെയർ there is the pride. അഹങ്കാരമുണ്ടെങ്കിൽ അനോയിൻറ്റിങ് ഉണ്ടാകത്തില്ല. ബട്ട് where there is the brokenness, ഞാൻ പറഞ്ഞല്ലോ, അഹങ്കാരമില്ലാത്തടത്ത് ഹൃദയത്തിൽ നുറുങ്ങിയവർക്കാണ് അനോയിൻറ്റിങ് ദൈവം തരുന്നത്. ഹൃദയം നുറങ്ങിയോടെ അടുത്ത യഹോവ അടുത്ത് വരുന്നത്. സോ ഇറ്റ് ഈസ് ഫ്ലോസ് വേർ ദ ഹാർട്ട് സേസ് നോട്ട് മൈ വിൽ ബട്ട് യു ബി ഡൺ. നമ്മുടെ ഹൃദയം കൊണ്ട് എപ്പോഴും പറയും, കർത്താവ് ഇതെൻ്റെ വില്ലല്ല, യു ബി ഡൺ. നീ എന്നെ കൊണ്ട് ചെയ്യണം കർത്താവേ. അഹങ്കാരമുള്ളിടത്ത് അഭിഷേകം ഒഴുകത്തില്ല. അഹങ്കാരമുള്ളിടത്ത് പരിശുദ്ധാത്മാവ് വരത്തില്ല. It's a gentle spirit. It's a person. It's not it. It's a person. പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാണ്, ജെന്റിലാണ്. അഹങ്കാരമുള്ളിടത്ത് വരത്തില്ല പരിശുദ്ധാത്മാവ്. താഴ്മയുള്ളിടത്ത് കടാക്ഷിക്കുന്ന ദൈവമാണ്. താഴ്മയുള്ളിടത്താണ് പരിശുദ്ധാത്മാവ് എത്തത്തുള്ളൂ. ഹല്ലേലൂയ. തകർച്ചയുള്ളിടത്താണ് കർത്താവ് വരുന്നത്. നിങ്ങളുടെ ഹൃദയം തകരുമ്പോൾ, നിങ്ങളുടെ ഹൃദയം എത്രമാത്രം തകരുന്നോ അവിടെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ സംസാരിക്കണം. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ഒഴുകുന്നത്. ഓ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങളിത് കേട്ടിട്ടില്ലാത്ത വിഷയങ്ങളാണെന്ന് എനിക്കറിയാം. ഇങ്ങനൊന്നും കേട്ടില്ല. എല്ലാ പ്രസംഗങ്ങളും വിടുന്നില്ല ഇപ്പോൾ. അത്ഭുതം നോ അങ്ങനെ ഒന്നും മിനിസ്ട്രി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അത്ഭുതം നടക്കത്തില്ല. അങ്ങനെ ഒന്നും ഹീലിങ്സ് നടക്കത്തില്ല. യു സറണ്ടർ യുവർ സെൽഫ്. ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് വേണമെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വേണമെങ്കിൽ യു സറണ്ടർ യുവർ സെൽഫ്. ഹാർട്ട് ദൈവത്തിന് പകർന്നു കൊടുക്കണം. ഞങ്ങൾ ഹൃദയം തകർന്ന് ഉരുകി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതെങ്കിൽ മാത്രമേ അനോയിൻറ്റിങ് ഒഴുകത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ നടക്കാൻ പറ്റുകയുള്ളൂ. So, if you want to walk in the God's anointing, you must first walk away from yourself. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ നടക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന് അനോയിൻറ്റിങ് നടക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യുവർ സെൽഫ്. നമ്മൾ എന്ത് ചെയ്യണം? അവേ ഫ്രം യുവർ സെൽഫ്. നമ്മൾ എന്നത് ഞാൻ എന്ന അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് നടക്കാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്ങിൽ നമ്മൾ നടക്കണമെങ്കിൽ, ദൈവസാന്നിധ്യത്തിൽ നടക്കണമെങ്കിൽ, ഞാനല്ല കർത്താവ്, നീയാണ് എന്നെ നടത്തുന്നത്. ആ ഒരു സാന്നിധ്യം, നീയാണ് കർത്താവ്, ഞാനല്ല. ഐ കാൻ ഡു, എനിക്ക് നടക്കാൻ പറ്റത്തില്ല കർത്താവ്, നീ എന്നോട് നടത്തണമെന്ന് പറയുന്നു. നമ്മൾ യുവർ സെൽഫ്, അവേ ഫ്രം യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇഷ്ടം നമ്മൾ മാറ്റണം. ക്യാരി ഓൺ യുവർ ക്രോസ്. ദൈവത്തിന് എന്താണ്? നമ്മുടെ ക്രൂശ് നമ്മൾ തന്നെ ചുമക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ ക്രൂശ് ചുമക്കാൻ പറ്റത്തില്ല. തന്നെത്താൻ നമ്മുടെ ക്രൂശ് ചുമക്കണം. ക്രോസ് ഓൾ വേൾഡ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണോ? ക്രോസ് ഓൾ വേൾഡ്. സ്റ്റോപ്പ് വാച്ചിങ് മൂവീസ്, സ്റ്റോപ്പ് വാച്ചിങ് ഫേസ്ബുക്ക്, സ്റ്റോപ്പ് വാച്ചിങ് വാട്സാപ്പ് ഗ്രൂപ്പ്സ്. ജസ്റ്റ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ന്യൂസസ് എന്താണ്? ജസ്റ്റ് വേസ്റ്റിംഗ് ടൈം. സമയം നിങ്ങൾ വേസ്റ്റായി കളയരുത്. ക്രോസ് ഓൾ ദ വേൾഡ്. നിങ്ങൾ ചുമ്മാ സംസാരിച്ച് സമയം കളയരുത്. ആൾക്കാരുമായിട്ട് വെറുതെ ചാറ്റ് ചെയ്ത് സമയം കളയരുത്. ഇഫ് യു വാണ്ട് എ പ്രസൻസ് ഓഫ് ഗാഡ്, യു ക്ലോസ് ഓൾ വേൾഡ്. You close all the world. Hallelujah. See, anointing is going on right now. When I'm close all world,
I got the powerful anointing right now. I feel anointing. I experience anointing here. God's presence here with me. I know you feel the God's presence. If somebody, നിങ്ങൾക്ക് പ്രസൻസ് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കരം പോക്കിയാലും ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ യെസ്, പ്രസൻസ് ഓഫ് ഗോഡ്, യെസ്. സോ യു കിൽ യുവർ സെൽഫ്. നിങ്ങൾ നമ്മളെ തന്നെ കൊല്ലാൻ. എങ്ങനെ കൊല്ലാൻ പറ്റുന്നത്? നമുക്ക് ഫാസ്റ്റിങ്ങിലൂടെ ഒന്നും കൊല്ലാൻ പറ്റത്തില്ല. പ്രസൻസ് ഓഫ് ഗോഡ് വരുമ്പോഴാണ് നമ്മളെ തന്നെ കൊല്ലാൻ പറ്റുന്നത്. ദൈവവചനത്തിലും ഹോളി സ്പിരിറ്റിൻ്റെ സാന്നിധ്യം വരുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കൊല്ലാൻ പറ്റും. റാസി, നമുക്ക് നമ്മെ തന്നെ കൊല്ലാൻ പറ്റും. ഹോളി സ്പിരിറ്റിൻ്റെ സാന്നിധ്യം വരുമ്പോൾ, പ്രസൻസ് ഓഫ് ഗോഡ് വരുമ്പോൾ, ദൈവദിനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദൈവദിനം നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ, കിൽ അവർ സെൽഫ്. യു കിൽ യുവർ സെൽഫ്. യു മസ്റ്റ് ലേ ഡൗൺ എവരിത്തിങ്. എല്ലാം നമ്മൾ സറണ്ടർ ചെയ്യണം. നമ്മുടെ ജോലി സറണ്ടർ ചെയ്യണം. നമ്മുടെ എഡ്യൂക്കേഷൻ സറണ്ടർ ചെയ്യണം. ഇഫ് യു വാണ്ട് എ അനോയിൻറ്റിങ്, if you want a power of God, you surrender everything. You surrender your ministry, you surrender your education, you surrender your family, you surrender your kids, you surrender everything. Don't hold it yourself. ഒന്നും ഹോൾഡ് ചെയ്യാൻ പാടില്ല. You must go beyond the outer court. If you want anointing, outer court നമ്മൾ ചാടണം. ലോകത്തു നിന്ന് നമ്മൾ ഒഴിയണം. Pass the noise. ലോകത്തിൻ്റെ നോയ്സ് നമ്മൾ വിട്ടുമാറണം. Pass the പെർഫോമൻസിൽ നമ്മൾ വിട്ടുമാറണം. സ്റ്റേജ് പെർഫോമൻസ് അല്ല ശുശ്രൂഷ. സ്റ്റേജ് പെർഫോമൻസ് അല്ല ശുശ്രൂഷ ദൈവമക്കളെ. ഹല്ലേലൂയ. സ്റ്റേജ് പെർഫോമൻസ് അല്ല അനോയിൻറ്റിങ്. ആൻഡ് fall at his feet. ആരുടെ ഫീറ്റില്ല? യേശുവിൻ്റെ പാദപീഠത്തിലോട്ട് നമ്മൾ ഇരിക്കണം. ഓ പ്രൈസ് ഗോഡ്. God, I'm waiting upon you, Lord. Jesus, I'm waiting upon you, Lord. I need a presence. നിങ്ങളുടെ സ്ഥാനത്ത് എനിക്ക് ആവശ്യമാണ് കർത്താവേ എന്ന് പറഞ്ഞ ദൈവസ്ഥാനത്തിലോട് ഇരുന്ന് വയ്ക്കും. നിങ്ങൾ അറിയാത്തൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതം നടക്കാൻ പോവുക. പ്രസൻസ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് മാറും. Darknesses go away from you. Hallelujah. Healings happen. Same time it will happen. Your mind will renew. Your heart will renew. നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ആവും. നിങ്ങളുടെ ഹാർട്ട് ചേഞ്ച് ആവും. The presence of God, the Holy Spirit is attached to hunger. ആർക്കാണ് ഈ പ്രസൻസ് കിട്ടുന്നത്? ഹങ്കർ ഉള്ളവർക്ക്, ദാഹമുള്ളവർക്ക് ദൈവം തരുന്നത്. അവിടെ യേശു പറഞ്ഞ ദാഹിക്കുന്നവൻ ഏവൻ എൻ്റെ അരികെ വരട്ടെ, ജീവജല നദികൾ അവലോടി ഒഴുകും. അവിടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകും. ഒറ്റ നദിയല്ല കേട്ടോ, അനേക നദികൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ജീവജല നദികൾ ഒഴുകുന്ന പറഞ്ഞിരിക്കുന്നത്. ജീവജല നദികൾ ഒഴുകും. ഹങ്കർ വേണം. ഹംഗ്രി. എന്തിനാണ്? ഒരു അനോയിൻറ്റിങ്ങിന് ഹംഗ്രി വേണം. ഐ നീഡ് കർത്താവ്, എനിക്ക് ഈ അനോയിൻറ്റിങ് പോരാ. ഐ നീഡ് മോർ അനോയിൻറ്റിങ്. ഐ നീഡ് മോർ പ്രസൻസ് ഓഫ് ഗാഡ്. നിങ്ങൾ പറയണേ, കർത്താവ് എനിക്ക് കൂടുതൽ പ്രസൻസ് വേണം. I need more presence of God. So he is drawn to the heart that say, I will not move until you come. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നിട്ട്, യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നിട്ട് പ്രസൻസിനായിട്ട് നമ്മൾ യാചിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ, കർത്താവ് നീ എന്നെ തൊടാതെ, നിൻ്റെ പ്രസൻസ് ഞാൻ അനുഭവിക്കാതെ ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ല. എത്ര പേരങ്ങനെ ചെയ്യുക? നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? കുറേ 5-10 വാക്കുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ല പ്രാർത്ഥന. ദാറ്റ് ഈസ് ജസ്റ്റ് ജാതികൾ പറയുന്നത്, ജാതികൾ റിപ്പീറ്റേഷൻ. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കിയേ. നിങ്ങൾ പറയുന്നത് തന്നെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നോ, ദാറ്റ് ഈസ് നോട്ട് എ പ്രെയർ. അതല്ല പ്രാർത്ഥന. ആത്മാവിൽ പ്രയർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ പ്രയർ നടത്തേണ്ടത്. നിങ്ങൾ പോയി ദിവസം ഇരുന്നിട്ട് നിങ്ങൾ പറഞ്ഞ പ്രസൻസ് ഇല്ല, ഞാൻ ഇവിടെ എഴുന്നേൽക്കത്തില്ല. പ്രസൻസ് വരുമ്പോൾ നിങ്ങൾ കണ്ണുകൾ നിറയും, നിങ്ങൾ കരയും, പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമാവും. ദൈവാത്മാവ് നിങ്ങൾക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത വാക്കുകൾ തരാനിടയാവും. പുതുഭാഷകൾ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഹാലയിൽ അന്യഭാഷ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുവാൻ ദൈവം ഗൈഡൻസ് വരും. ഇന്ന വിഷയങ്ങൾക്ക് ആ വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഡെലിവറൻസ് നടക്കും. ഇത് 10 സബ്ജക്റ്റ് എന്നും നിങ്ങളിപ്പോൾ എത്ര വർഷമായി നിങ്ങൾ 10 സബ്ജക്റ്റ് വെച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡെലിവറൻസ് നടക്കുന്നുണ്ടോ? അതിനകത്ത് ഒരു ഡെലിവറൻസ് നടക്കുക. എത്ര നാളായി നിങ്ങൾ രോഗമായിട്ട് നടക്കുന്നു? ഇതുവരെ രോഗം നിങ്ങൾ സൗഖ്യമായിട്ടുണ്ട്? ഇല്ല. എത്ര നാളായി നിങ്ങൾ കടഭാരമായിട്ട് നടക്കും? ഇതുവരെയായിട്ട് കടഭാരം മാറിയിട്ടുണ്ടോ? നോ. Because there is no anointing, there is no power, there is no God's presence. That's why you are not getting delivered.
I am waiting upon the Lord or Savior, my Master. You ask God like that. You cannot fake this. You cannot fabricate the anointing. And you cannot manufacture His glory. ഇതൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല കേട്ടോ. ഇതെല്ലാം ദൈവസന്നിധി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവ് നീ വരുന്നത് വരെ ഞാൻ അനങ്ങുകയില്ല. എത്ര പേർക്ക് ഇന്നു മുതൽ ആ തീരുമാനം എടുക്കാൻ പറ്റും? നിങ്ങൾ പോയി രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞ കർത്താവ് അങ്ങ് വരാതെ, പ്രസൻസ് വരാതെ ഞാൻ എഴുന്നേൽക്കത്തില്ല, കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ എഴുന്നേൽക്കത്തില്ല. സോ ദ ഗോഡ് വിൽ സ്പീക്ക് എവറി ഡേ. എന്ന് രാവിലെ കർത്താവ് സംസാരിക്കും നിങ്ങളോട്. നിങ്ങൾ ഇന്നു മുതൽ തീരുമാനം എടുക്കുക, കർത്താവെ അങ്ങ് പറയാതെ, സംസാരിക്കാതെ, I will move from here. Talk to me, God. He will speak to you. എൻ്റെ യജമാനനായ രക്ഷകനായ കർത്താവിനായി ഞാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞ ഹൃദയത്തിലേക്ക് അവൻ ആകർഷിക്കപ്പെടുന്നു. ഉണ്ടോ? കർത്താവ്, യു ആർ മാസ്റ്റർ, യു ആർ മൈ യജമാനൻ, യു ആർ മൈ കിങ്. ഇന്ന് എൻ്റെ അടുക്കൽ വരണം, എന്നോട് സംസാരിക്കണം. സോ ഹി വിൽ ടോക്ക് ടു യു. ഹി വിൽ ടോക്ക് ടു യു, മൈ ഡിയേഴ്സ്. ഇത് ഒരിക്കലും വ്യാജമാക്കാൻ കഴിയില്ല. നിങ്ങളുടെ അഭിഷേകം നിങ്ങൾക്ക് കെട്ടിച്ചു വെക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അവരുടെ മഹത്വം നിർമ്മിക്കാൻ പറ്റത്തില്ല. അത് ഉണ്ടാക്കുന്ന കാര്യമല്ല. ഇതൊന്നും മനുഷ്യമായി ഉണ്ടാകുന്ന കാര്യമല്ല. ഇതൊന്നും മനുഷ്യമായി ഉണ്ടാകത്തുമില്ല. So if you want the anointing, you sit with the God, ask Him, come and touch me. I need your presence now. He will come. He will touch you. He will speak to you. നിങ്ങളോട് വരും, നിങ്ങളുടെ അരിക്ക് കർത്താവ് വരും, നിങ്ങളോട് സംസാരിക്കും. ആ പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. So when the Holy Spirit touches a life, even though ordinary becomes a holy. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് പിന്നെയും പാപം ചെയ്യാൻ പോവല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് നിങ്ങളോട് വരുമ്പോൾ you becomes a holy. You are not going to sin. What is going on right now in the world? Ministers, pastors, ഇന്ന് ലോകത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന് ശക്തി വന്നിട്ട് അവർ പണത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ പാപത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. നോ, ബിക്കംസ് ഹോളി. നിങ്ങൾ മോൾ ശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ, അനോയിന്റിങ് വന്നു കഴിയുമ്പോൾ, ദൈവസ്ഥാനത്തിൽ വരുമ്പോൾ നിങ്ങൾ മോർ ശുദ്ധീകരിക്കുന്നു. മോർ ക്ലെൻസിങ്ങിലൂടെ കർത്താവ് നടത്തുന്നത്. Am I right? മോർ ക്ലെൻസിങ്ങിലൂടെ ദൈവം നടത്തും. ഈവൻ ദ വീക്ക് ബിക്കം എന്താണ്? മൈറ്റി ആയി തീരും. നിങ്ങൾ എവിടെയെങ്കിലും വീക്കായിട്ട് കിടപ്പുണ്ട്, നിങ്ങൾ മൈറ്റി, നിങ്ങൾ പവർ ലഭിക്കാനിടയും, നിങ്ങളുടെ വീക്ക്നെസ് മാറുവാനിടയാവും. പ്രസൻസ് ഓഫ് ഗോഡ് നിങ്ങളുടെ വീക്ക്നെസ് മാറ്റിത്തരും. പ്രസൻസ് ഓഫ് ഗോഡ് നിങ്ങളുടെ വീക്ക്നെസ് മാറ്റിത്തരും. പ്രസൻസ് ഓഫ് ഗോഡ് നിങ്ങളുടെ എന്താണ്? വീക്ക് ബിക്കം എ മൈറ്റി. പ്രസൻസ് ഓഫ് ഗോഡ് വീക്ക് ബിക്കം എ മൈറ്റി വിത്ത് റീസിങ് പാഷൻ. There is no anointing without intimacy. There is no power. Okay? അതുകൊണ്ട് ഇൻറ്റിമസി ഇല്ലാതെ നിങ്ങൾക്ക് പവർ കിട്ടത്തില്ല. ഇന്ന് മുതൽ യേശുവായിട്ട് ഭയങ്കര ഇൻറ്റിമസി വരണം. പരിശുദ്ധാത്മാவோட ഇൻറ്റിമസി വരണം. വിത്തൗട്ട് പ്രെയർ നോ ഇൻറ്റിമസി ആൻഡ് ദർ ഇസ് നോ ഗ്ലോറി. ഓക്കെ? പ്രയർ ഇല്ലാതെ, പ്രാർത്ഥനയില്ലാതെ, നിങ്ങൾ വചനധ്യാനമില്ലാതെ, കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാതെ നിങ്ങൾക്ക് ഗ്ലോറി ലഭിക്കത്തില്ല, നിങ്ങൾക്ക് പവർ ലഭിക്കത്തില്ല. വിത്തൗട്ട് ക്രോസ് ഇല്ലാതെ നിങ്ങൾക്ക് അനോയിൻറ്റിങ് ലഭിക്കത്തില്ല. സോ ദർ ഇസ് ക്രോസ് ഓൾസോ, പ്ലസ് ക്രോസ്. നമ്മുടെ സ്വന്തം ക്രോസ് നമ്മൾ ചുമന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനോയിൻറ്റിങ് ലഭിക്കത്തുള്ളൂ. സോ ദ പ്രസൻസ്, ഹൗ ടു ക്യാരി, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഗ്രേറ്റ് അബിലിറ്റി കേട്ടോ. നമ്മുടെ ആരുടെയും ഗുണം കൊണ്ടൊന്നും അല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് യുവർ ലൗഡ് വോയിസ്. ഇതൊന്നും നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ ശബ്ദം കൊണ്ടൊന്നും അനോയിൻറ്റിങ് ഓടി വരത്തൊന്നുമില്ല. അലറി വിളിച്ചാണെന്ന് അനോയിൻറ്റിങ് ഓടി വരത്തില്ല. ചർച്ചയിൽ കിടന്ന് ബഹളം വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കൈയടിച്ച് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി ഇപ്പോൾ അങ്ങനൊന്നും അനോയിൻറ്റിങ് വരത്തില്ല. അല്ലെങ്കിൽ പല കടിച്ച പൊട്ടാത്ത ഈക്വലൻ്റ് വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനോയിൻറ്റിങ് ഒന്നും വരത്തില്ല. ഈക്വലൻ്റ് വെൻ ഇറ്റ്സ് യുവർ സറണ്ടർ ദാറ്റ് കോൾസ് ഡൗൺ ഹെവൻ. ഈക്വലൻസ് വേർഡിലൊന്നും അല്ല നിങ്ങൾ അനോയിൻറ്റിങ് കിട്ടുന്നത്. നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അനോയിൻറ്റിങ് ലഭിക്കുന്നത്. So God is not looking for golden vessel. Think about that one. That is very important in the word of God when you read it. ദൈവം ഒരിക്കലും ഒരു ഗോൾഡൻ വെസൽ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒരു ഗോൾഡൻ വെസൽ അല്ല നോക്കുന്നത്. ഹല്ലേലൂയ.
ഈൽഡ്, ഈൽഡഡ് വൺ. മനസ്സിലായി? സറണ്ടർ ചെയ്യുന്ന ആരാണ്? നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ ദൈവസ്ഥ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കുറവുണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് കുറവുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ, കർത്താവ് സമ്മതിക്കുന്നു പറഞ്ഞ് ഏറ്റു പറയുമ്പോഴാണ് അനോയിൻറ്റിങ് വ്യാപരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. സോ ഒരിക്കലും ഗോൾഡൻ വെസലല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്ന ഈൽഡിങ് വെസലാണ്. ഇഫ് യു ആർ ഈൽഡ്, ഇഫ് യു ആർ സറണ്ടർ, there is anointing. You will get the power. You see the power of God. So you want the anointing, and let Jesus break you. Ask Jesus, break me, because I need anointing. If you know breaking, no anointing, okay? You understand? Ask Jesus, break me, Jesus. Break me, Jesus. Hallelujah. He will break you. He will break you. Then He will give you the anointing. He will make you a new vessel. പുതിയൊരു വെസലാക്കി നിങ്ങളെ മാറ്റും. എന്നാൽ അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ പവർ, pour His anointing. So He empty you. First, if you surrender, first thing He will do, He will break you. Second, He empty you. കർത്താവ് നിങ്ങളെ ബ്രേക്ക് ചെയ്യും. രണ്ടാമത് നിങ്ങളെ എംറ്റി ആക്കി മാറ്റും. അതാണ് പലരും ഇപ്പം കടന്ന് നിലവിളിക്കുന്നത്. കടഭാരത്തെ നിലവിളിക്കുന്നു, ചിലർ കുടുംബഭാരത്തെ നിലവിളിക്കുന്നു, ചിലർ ജോലിയില്ലാതെ നിലവിളിക്കുന്നു. ഡോണ്ട് വറി, ഈ എംറ്റി യു. നിങ്ങൾ എത്ര പണക്കാരനായ ചില സമയത്ത് നിങ്ങൾക്ക് പൈസ കാണണമെന്നില്ല. ഈ എംറ്റി യു എന്തിനാണെന്നറിയാമോ? ഫിൽ ചെയ്യാൻ വേണ്ടിയാണ്. സോ ബ്രേക്ക്, എംറ്റി, then fill. 3 processing. If you want the anointing, 3 processing. Break, ask Jesus, break, then empty, then fill. 3 processing. 3 processing. So break, then empty, then anointing, fill. Hallelujah. Then He send you. The 4th one, last one. And He will send you. Where? To His glorify. അവനെ യേശുക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുവാൻ വേണ്ടി ഉയർത്തുവാൻ, യേശുക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുവാൻ ദൈവം നിങ്ങൾക്ക് അഭിഷേകം തരും. എന്താണ് ഞാൻ പറഞ്ഞത്? അഭിഷേകം വേണമെങ്കിൽ നിങ്ങൾ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനെ തകർക്കണം. നിങ്ങളെ ശൂന്യമാക്കട്ടെ, എന്നിട്ട് നിങ്ങളെ നിറയ്ക്കട്ടെ, എന്നിട്ട് നിങ്ങളെ അയക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ അനോയിൻറ്റിങ്ങിന് പോകുന്നത്. സോ ഐ ആം ഡൂയിങ് മൈ മിനിസ്ട്രി 25 years right now. Last 25 years with anointing. ഗോഡിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നടക്കുവാനിടയാകും. എന്തുകൊണ്ടാണ്? He break me, He fill me, He send it to me. സോ നമ്മളെ ആദ്യം തകർക്കും, പിന്നെ നമ്മളെ ഫില്ല് ചെയ്യും, നമ്മളെ ശൂന്യമാക്കും, പിന്നെ നമ്മളെ ഫില്ല് ചെയ്യും, പിന്നെ നമ്മളെ അയക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് പ്രോസസ്സിങ് നടക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റൂ. ഞങ്ങൾ അനോയിൻറ്റിങ് കൊണ്ടുനടക്കാൻ പറ്റത്തുള്ളൂ. അനോയിൻറ്റിങ് കൊണ്ടുനടത്താൻ. അനോയിൻറ്റിങ് ഈസ് not for show. No show, ഒരു ഷോയാണ്. ഷോ പോലെ anointing. No, it's not show. That word, that the God anointing is not for show. It is not for the enjoyment. People think that this is enjoyment. No, it's for show. No, it's not a stage show. ഇതൊരു സ്റ്റേജ് ഷോ അല്ല anointing. നിങ്ങൾ പല ശുശ്രൂഷകർ കാണിക്കുന്നുണ്ട് സ്റ്റേജ് ഷോ. No, it's not a stage show. It's not enjoyment. It is for soul. മനസ്സിലാണല്ലോ? ഇതിപ്പോൾ ആത്മാവിന് വേണ്ടിയാണത്. അനോയിൻറ്റിങ്ങിന് എന്തിനു വേണ്ടിയാ? അനോയിൻറ്റിങ് ആത്മാവിന് വേണ്ടിയാണ്. ആത്മാവ് രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ആത്മാവ് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ പിടിക്കാൻ വേണ്ടിയാണ് ഈ അനോയിൻറ്റിങ്. റീസ്റ്റോർ ചെയ്യാൻ, ക്രിസ്തുവിൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. പാപബോധം കൊടുക്കാൻ വേണ്ടിയാണ്. It's not enjoyment, it's not for soul. It's for soul, my dear. ഇതൊരു സോള് രക്ഷപ്പെടാൻ വേണ്ടിയാ. നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? സോള് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗമാണ് ഈ അനോയിൻറ്റിങ്. It is not for the broken. It is for the broken people. അതായത് തകർന്നവർക്ക് വേണ്ടിയുള്ളത് അനോയിൻറ്റിങ്. തകർന്നവർക്ക് വേണ്ടിയല്ല. സുഖിച്ച് കിടക്കുന്നവനെ കിട്ടിയല്ല അനോയിൻറ്റിങ്. തകർന്നവർക്ക് വേണ്ടിയുള്ളതാണ് അനോയിൻറ്റിങ്. ഹല്ലേലൂയ. തകർന്ന് തരിപ്പണമായി നടക്കുന്നവർക്ക് വേണ്ടിയാണ് anointing. Praise God. ഇതാർക്ക് വേണ്ടി? ഇറ്റ് ഈസ് ഫോർ ദ സിക്ക്. രോഗശീലിച്ച് കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഈ anointing. And it is for the dying world. മനസ്സിലായോ?
തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ അനോയിന്റിങ് തരുന്നത്, എനിക്ക് ഈ അനോയിന്റിങ് തന്നിരിക്കുന്നത്. ഓ റാഖിമാറാസി ഖിമാറാസി ഖിമാറാസി, താങ്ക് യു ജീസസ്. ഉഖിമാറാസി, ഹല്ലേലൂയ. ആ വേർഡ് ഒന്നും ഞാൻ പറഞ്ഞേക്കാം. എന്താണ് ഈ അനോയിന്റിങ്? എന്തിനാണെന്നറിയോ? ഇറ്റ്സ് നോട്ട് ഫോർ ഷോ. ഇതൊരു ഷോയ്ക്ക് വേണ്ടിയല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ എൻജോയ്മെൻറ്റ്. ഇത് എൻജോയ്മെൻറ്റിന് വേണ്ടിയല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഇറ്റ് ഈസ് ഫോർ സോൾസ്. ഇത് ആത്മാക്കൾക്ക് വേണ്ടിയാണ്. എന്താണ്? ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയാണ് നിങ്ങൾക്ക് അനോയിന്റിങ് ദൈവം തരുന്നത്. ഇറ്റ് ഈസ് ഫോർ ദ ബ്രോക്കൺ ഹാർട്ട്. ഇറ്റ് ഈസ് ഫോർ ദ സിക്ക് പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദ ഡൈയിങ് വേൾഡ്. അവർക്ക് വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുന്നത്, ഈ ദൈവസ്ഥാനത്തെ നമുക്ക് തരുന്നത്. So you think about what is going in the world, what is going in the church, what is going in നിങ്ങളുടെ ചർച്ചിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ഷോ നടന്നുകൊണ്ടിരിക്കുക. നോ, ഇറ്റ്സ് നോട്ട് എ ഷോ. It's not a show, my dear. If you want an anointing, pure anointing, you surrender. And when you walk in it, truly walk in it. The world will not see you. ലോകം നിങ്ങളെ കാണത്തില്ല കേട്ടോ. ശരിക്കും പരിശുദ്ധാത്മാവിൽ ദൈവസ്ഥാനത്തിൽ നടക്കുന്നവർക്ക് ലോകത്തിൻ്റെ മുന്നിൽ ഒന്ന് കാണാൻ അവർക്കൊന്നും മനസ്സിലാകത്തില്ല നിങ്ങളെ. അവർക്കൊന്നും കാണാനില്ല. They will see you closing, Jesus closing in a shared reverence. നീ യഥാർത്ഥമായി നടക്കുമ്പോൾ ലോകം നിന്നെ കാണുകയില്ല. യേശു നിശബ്ദതയോടെ ആദരവോടെ അകന്നിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നമുക്കറിയാം യേശു നിശബ്ദതയോടെ ആദരവോടെ നിന്നെ കാണുന്നു, നമ്മളെ കാണുന്നു. നമ്മുടെ കൂടെ യേശു നടക്കുന്നു. യേശു നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഡു യു വാണ്ട് ദിസ് കൈൻഡ് ഓഫ് ദ ലൈഫ്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർക്ക് ഡു യു വാണ്ട് ദിസ് കൈൻഡ് ഓഫ് ലൈഫ്? ഇങ്ങനത്തെ ഒരു അനോയിന്റിങ് ആവശ്യമാണോ? ഇതാണ് റിയൽ അനോയിന്റിങ്, മൈ ഡിയർ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. ഇതിനാണ് ദൈവത്തിൻ്റെ പ്രസൻസ്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ദൈവത്തിൻ്റെ പ്രസൻസ്. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ പിതാക്കന്മാർ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ ആ പ്രസൻസ് കൊണ്ട് നടക്കുന്നവരുടെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവരെപ്പറ്റി പഠിക്കുമ്പോൾ ഇതാണ് അവർ കൊണ്ട് നടന്നത്. അല്ല ഈ വേൾഡിൽ കാണുന്ന ഒന്നും അല്ല പ്രസൻസ് ഓഫ് ഗോഡ്. ഈ ഷോ ഒന്നും അല്ല, സ്റ്റേജ് ഷോ അല്ല പ്രസൻസ് ഓഫ് ഗോഡ്. അയിനോ നിങ്ങളിത് പുതിയതായിട്ട് കേൾക്കുന്ന പോലെ നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. അല്ലെ, നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കുന്നോ? I'm telling true. ആരെ നിങ്ങളെ ചതിക്കാതിരിക്കാൻ പറയുന്നതാണ്. നിങ്ങൾ നിത്യതയെ പോകാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ റിയൽ പ്രസൻസ് ഓഫ് ഗോഡ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. സോ ഡു യു വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് ലൈഫ്? അതാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനോയിന്റിങ് ആവശ്യമുണ്ടോ? പലരും പ്രസൻസ് വേണമെന്ന് പറയാറുണ്ട്. പാസ്റ്റർ എങ്ങനെ പ്രസൻസ്? എനിക്ക് പ്രസൻസ് ഓഫ് ഗോഡ് നടക്കണം, എനിക്ക് ദൈവശബ്ദം കേൾക്കണം, എനിക്ക് സ്വപ്നം കാണണം, എനിക്ക് കർത്താവിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രാപിക്കണം. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ദെൻ പേ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് പ്രൈസ് എന്താണ്? നിങ്ങൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. മലയാളം, നിങ്ങളുടെ വില കൊടുക്കേണ്ടതായിട്ട് വരും. വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അനോയിന്റിങ്, ഈ പ്രസൻസ് എപ്പോഴും കിട്ടത്തുള്ളൂ. വില കൊടുക്കാതെ നമുക്ക് ഈ പ്രസൻസ് വേണ്ട നമുക്ക് നടക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വില കൊടുക്കണം. യുവർ ടൈം ദൈവത്തിന് ആവശ്യം. നിങ്ങളുടെ ടൈം, ഫസ്റ്റ് തിങ്, യുവർ ടൈം. എത്ര നേരം നിങ്ങൾ ദൈവസ്ഥാനത്തിൽ സറണ്ടർ ചെയ്യുന്നുണ്ട്? ദിവസം എത്ര നേരം കൊടുക്കുന്നുണ്ട് കർത്താവിന്? യുവർ ടൈം. ദൈവത്തിന് നിങ്ങളുടെ സമയം ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര നേരം, 24 hours എത്ര നേരം കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ട്? മിനിമം ഒരു 45 minutes, 1 hour നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ദൈവസ്ഥാനത്തിൽ? കൊടുക്കാതെ നമ്മളെങ്ങനെ പ്രസൻസ് ഓഫ് ഗോഡ് വേണമെന്ന് പറയുന്നത്? മിനിമം അറ്റ്ലീസ്റ്റ് 1 hour ഒരു ദിവസത്തിലും കൊടുക്കണ്ട. കർത്താവിൻ്റെ സ്ഥലത്ത് ഇരിക്കണ്ട. എല്ലാ ഡിസ്റ്റർബൻസും മാറ്റി ക്ലോസറ്റ്, അതായത് കർത്താവ് റൂമിൽ പോയിരിക്കാനാണ് പറഞ്ഞത്. എവിടെയാണ്? നിങ്ങളുടെ മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കാനാണ് പറഞ്ഞത്. എന്തിനാണ്? പ്രസൻസ് ഓഫ് ഗോഡ് ഇറങ്ങി വരാൻ വേണ്ടി. ദൈവം ഇറങ്ങി വരണമെങ്കിൽ നമുക്കവിടെ ആവശ്യമാണ്. എന്താണ്? നമുക്കവിടെ ഇരിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കണം ദൈവമായിട്ട്. എല്ലാം കട്ട് ചെയ്യണം. നിങ്ങളുടെ മൊബൈലൊക്കെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിയിടണം. നിങ്ങളുടെ ഡോഗ് ഉണ്ടെങ്കിൽ തൊഴിച്ച് പുറത്ത്, നിങ്ങൾ അതിനെ പുറത്ത്, പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്, അതിനെ പുറത്ത് നിങ്ങൾ ഡോറിൻ്റെ വെളിയിലാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടെങ്കിൽ ആരെയും ഏൽപ്പിക്കണം. കൊണ്ട് ഏൽപ്പിച്ചിട്ട് പറയാൻ കുറച്ച് നേരം നോക്കാൻ പറയണം പ്ലീസ്. നിങ്ങളെ ഡോറിൻ്റെ വെളിയിൽ പുറത്ത് ഇട്ടാൽ ശല്യം കൂടത്തേ ഉള്ളൂ.
സോ എന്നിട്ട് നിങ്ങൾ പ്രസൻസ് ഓഫ് ഗോഡ് ഉപയോഗിക്കണം. നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയണം, നിങ്ങൾ 1 മണിക്കൂറത്തെ എങ്ങനെ ശല്യപ്പെടുത്തരുത്, കാപ്പി പോലും ചോദിച്ചേക്കരുത്, അവിടെ ഇരിക്കാൻ പറയണം, ഞാൻ ഇന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറയണം. പിള്ളേരോട് പറയാൻ നിങ്ങൾ ഭക്ഷണമൊന്നും ചോദിച്ചേക്കരുത് എപ്പോഴും. 1 മണിക്കൂർ ഞാൻ ദൈവസ്ഥാനത്തിൽ പോവുക. സി ജീസസ് വെൻ്റ് എന്നാ കർത്താവ് എവിടെ പോയി? രാത്രിയാമങ്ങളെല്ലാം യേശു എവിടെ പോയി? പിതാവിൻ്റെ ഇരിക്കെ പോയിരിക്കുമായിരുന്നു. എവിടെയായിരുന്നു? മലയിൽ പോയിരിക്കുമായിരുന്നു, പ്രാർത്ഥിക്കാൻ പോയിരിക്കുമായിരുന്നു. രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് വേണമെങ്കിൽ നിങ്ങൾ വില കൊടുക്കണം. വില കൊടുക്കാതെ നിങ്ങൾക്ക് പ്രസൻസ് കിട്ടത്തില്ല. വില കൊടുക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ സംസാരിക്കത്തില്ല. വില കൊടുക്കാതെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവോട് നടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സോ then go the secret place. So if you want the anointing, go secret place. Go secret place. Secret place means room. Close the door. Go inside the room. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കുക. നിങ്ങൾ ആരും ശല്യമില്ലാത്തത് വരുന്ന പ്രാർത്ഥിക്കാൻ നോക്കുക. ഇനി കാറിലാണ്, നിങ്ങൾ കാറിൽ ആർക്കും ശല്യമില്ല, ഡോറിൽ അടച്ച് കാറിൽ ഇരുന്നാലും മതി. എവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 1 hour കർത്താവായിട്ട് ഇരുന്ന് സംസാരിക്കും, പ്രസൻസ് ഓഫ് ഗോഡിനോട് ഇരുന്ന് പറയുവാൻ. സോ സീക്രട്ട് പ്ലേസ്, ഗോ വെയർ ഇസ് ഗ്ലോറിയസ്. അവിടെ ചർച്ച നിങ്ങൾക്ക് അനോയിൻറ്റിങ് ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ചർച്ചയിൽ പോയിട്ടൊരു അനോയിൻറ്റിങ് കിട്ടുന്നില്ലെങ്കിൽ, അവിടെ ഒരു അനോയിൻറ്റിങ് ദൈവസ്ഥാനത്തോ ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യുക. പക്ഷേ യു ഹാവ് ടു പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ പോയി അനോയിൻറ്റിങ് നിങ്ങൾ പ്രാപിക്കണം. യുവർ റൂം, യുവർ ക്ലോസറ്റ് എവിടെയാണ് നിങ്ങൾക്ക്? ഇവിടെ അമേരിക്ക ക്ലോസറ്റ് എന്ന് പറയുന്നത് റൂമിന് കേട്ടോ, അതിന് ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഇവിടെ റൂം, നിങ്ങൾ റൂമിൽ പോകണം. നമ്മുടെ റൂം എന്ന് പറയുന്നതിന് ഇവിടെ അമേരിക്ക അവർ പറയുന്നത് ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററിൽ പറഞ്ഞു, നിങ്ങളുടെ ഡ്രസ്സെല്ലാം കൊണ്ട് ക്ലോസറ്റ് വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്ലോസറ്റിൽ കൊണ്ട് ഡ്രസ്സ് വെക്കാനോ? എന്തോ പരിപാടി ഈ പറയുന്നത്? അപ്പം പിന്നെയാണ് പുള്ളിക്കാരത്ത് പറഞ്ഞില്ല, റൂമിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞത്. കാരണം ആദ്യം ഇവിടെ ക്ലോസറ്റ് എല്ലാവരും ക്ലോസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലമാരി ഉണ്ടല്ലോ, കബോർഡ് എന്നാണ് പറഞ്ഞത്. റൂമല്ല, കബോർഡ്. അപ്പം എനിക്ക് തോന്നുന്നു അപ്പോൾ റൂം എന്നാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. റൂമിന് നമ്മൾ ക്ലോസറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ക്ലോസറ്റിൽ കൊണ്ട് റൂം വെക്കാനോ, അത് ഡ്രസ്സ് വെക്കാനോ? സോ കർത്താവ് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ റൂമിൽ പോയി പ്രാർത്ഥിക്കണം, റൂമിലിരുന്ന് പ്രാർത്ഥിക്കണം, അടച്ച മുറിയിൽ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ സീക്രട്ട് പ്ലേസ് എന്ന് കർത്താവ്, സീക്രട്ട് പ്ലേസ്. അടച്ച മുറിയിൽ നിന്ന് ഉദ്ദേശിക്കുക സീക്രട്ട് പ്ലേസ്, ആരും ശല്യമില്ലാത്ത സീക്രട്ട് പ്ലേസ്. നിങ്ങളുടെ വീട്ടിലൊരു സീക്രട്ട് പ്ലേസ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു സീക്രട്ട് പ്ലേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എവിടെയെങ്കിലും ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ഡെയിലി 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് നിങ്ങൾ മൊബൈലുമായിട്ട് പോകരുത് കേട്ടോ. മൊബൈലൊക്കെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് പോകണം. കഞ്ഞി അടുപ്പിട്ടിട്ട് പോകരുത്. നിങ്ങളുടെ ചിന്ത മുഴുവൻ കഞ്ഞിയിലായിരിക്കും, ചോറയിലായിരിക്കും. അത് തിളച്ചോ വേഗാറായനോ കറി അടുപ്പിട്ടിട്ട് പോകരുത്. സോ വാട്ട് ഐ മീൻ മനസ്സിലായല്ലോ. അങ്ങനെ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റൂ. എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനം എടുക്കണം. ആൻഡ് നെവർ ലീവ്സ് അണ്ടിൽ യു കം, ഹി കംസ്. അങ്ങനെ പറയണം, കർത്താവ് നീ വരാതെ ഞാൻ ഇവിടെ എഴുന്നേൽക്കത്തില്ല. നിങ്ങളത് പിടിച്ചു നോക്കിയ ദൈവമായിട്ട് ഇന്ന് പോലെ നിങ്ങൾ തീരുമാനം എടുത്ത് പിടിച്ചു നോക്കി, കർത്താവ് നീ വരാതെ ഞാൻ എഴുന്നേൽക്കത്തില്ല. ദൈവം വരുമെന്നേ. കാരണം ദൈവത്തിന് നിങ്ങളെക്കാളും കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ടെന്ന് അറിയാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെന്ന് അറിയാം. കർത്താവ് വരും. നിങ്ങൾ കർത്താവ് വരാൻ ഞാൻ പോകത്തില്ല. കർത്താവ് വരും, അവിടെ വന്നിരിക്കും കർത്താവ്. നിങ്ങൾ വന്ന് നിങ്ങൾക്ക് അനോയിൻറ്റിങ് തരും. ദൈവത്തെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. Until it comes, അതിന് മച്ച് ടൈം. I want to do that every day. എല്ലാ ദിവസങ്ങളും ചെയ്യണം. എല്ലാ ദിവസവും ചെയ്യുമ്പോഴാണ് നമുക്ക് അനോയിൻറ്റിങ്ങിലോട്ട് കിടക്കാൻ പറ്റുന്നത്. ആ പ്രസൻസ് ഓഫ് ഗോഡിലോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷയമുണ്ട് കേട്ടോ. ഞാനിവിടെ നിർത്തുവാണ്. നമുക്കിതിൻ്റെ സെക്കൻഡ് ഭാഗം അല്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വീണ്ടും ഇത് പഠിക്കാം. നിങ്ങൾക്കത് അനുഗ്രഹമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഞാനിത് കണ്ടിന്യൂഷൻ ഉണ്ട്, പക്ഷേ സമയം നമ്മളിപ്പം 6 മണിക്ക്, നിങ്ങളുടെ 1 മണിക്കൂർ നമ്മൾ ദിവസം തീരുന്നു. അതുകൊണ്ട് ഞാൻ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ സംസാരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. So I'm going to pray for you. Hallelujah. I'm going to pray for you, for your deliverance. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹാലേലൂയ. റാഖാമാന ഷംബൽക്കാർ. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ കർത്താവിനോട് സംസാരിക്കണം. എനിക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. ഈ
കർത്താവ് പറഞ്ഞാൽ എനിക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്, എന്നോട് സംസാരിച്ചാൽ. ഇന്ന് രാത്രിയിൽ ഒരു അഭിഷേകം ആവശ്യമാണ് കർത്താവേ, ഇന്ന് രാത്രി ഒരു അനോയിന്റിങ് ആവശ്യമാണ് കർത്താവേ. ഞാൻ സംസാരിച്ചാലും ഹോളി സ്പിരിറ്റ് ടച്ച് മീ, ഹോളി സ്പിരിറ്റ് ഫീൽ മീ, ഹോളി സ്പിരിറ്റ് പ്രസൻസിനായി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാലും, അല്പസമയം പറഞ്ഞാലും, ദൈവത്തോട് പറഞ്ഞാലും, ദൈവത്തോട് അപേക്ഷിച്ചാലും, ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉറഖ ബാബാവ ദൈവത്തോട് സംസാരിച്ചാലും, താങ്ക് യു ജീസസ് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിച്ചാലും, റീഖന ഷന്തൽ ഖരഗദരഗദരാരഗദൽ ഖനാദനാദന, കമോൺ എല്ലാവരും പറഞ്ഞാലും, ഓ ജീസസ് 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 ജാറാഖമാന ഷൽഖരാബനഗ ദരാദന. എല്ലാവരും പ്രാർത്ഥിച്ചാലും, എല്ലാവരും പ്രാർത്ഥിച്ചാൽ, എല്ലാവരും പ്രാർത്ഥിച്ചാൽ, ഇപ്പം സമയം എല്ലാവരും പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പുറത്ത് വെളിപ്പെടട്ടെ. ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്. ഐ വർഷിപ്പ് യു ജീസസ്, ഐ ഗിവ് യു ഗ്ലോറി ഓണർ. ദൈവജനത്തോട് സംസാരിച്ചാലും കർത്താവേ, Jesus, oh Jesus, I worship you, Jesus. I give you glory, honor. I praise you, Jesus, Jesus. Oh, Ricky Marasi. ഈ ശിവ ബ്രദറിൻ്റെ അത് മ്യൂട്ട് ഓപ്പൺ ചെയ്യാവോ? ദൈവത്തിൽ സംസാരിക്കാനുണ്ട്. ഞാൻ ഓരോരുത്തരും സംസാരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, പരിശുദ്ധാത്മാവ് ഷിബുവിനോട് സംസാരിച്ചാലും, ഹോളി സ്പിരിറ്റ് ഈ എന്നെ കാണിക്കുന്നത് ബ്രദറിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ബ്രദറിന് എല്ലാ തടസ്സങ്ങളാണ്, മനസ്സിലായി, എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. ബ്രദറിൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്തോ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം തടസ്സങ്ങൾ മൊത്തം തടസ്സമാക്കി വെച്ചിരിക്കുക. കുട്ടിക്കിടക്കുന്ന ഒരു പക്ഷിയെ പോലെ കിടക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവെ തുറന്നു വിടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം അതിൻ്റെ ഒരു ഡെലിവറൻസിൻ്റെ ഏകദേശം 80% ആയി. മനസ്സിലായോ? നമ്മളൊരു മരം മുറിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടി 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 മുറിക്കുമല്ലോ. ഇങ്ങനെ അതിൻ്റെ ഒരു മരം നമ്മൾ മുറിക്കുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് മരം മുറിക്കാൻ പറ്റത്തില്ല. വലിയ മരം അതൊരു കോടാലി കൊണ്ട് നമ്മൾ മുറിക്കുവാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ചീളെന്നല്ല പറഞ്ഞത്, ചീള് ഇങ്ങനെ ചീള് വെട്ടി ഇങ്ങനെ മുറിക്കുന്നത്. അപ്പം അങ്ങനെ വെട്ടി 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 എന്നെ കാണിക്കുന്നത് ഏകദേശം ഒരു 80% ആയിരിക്കുക മരം ഇങ്ങനെ ഇനി മറിയും. മനസ്സിലായോ? അപ്പോൾ ജീവിതത്തിൽ ചില വിടുതലുകൾ നടക്കുമ്പോൾ സമയമായിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയൊക്കെ ചെയ്യണം. എൻ്റെ ഡെലിവറൻസ് കാണാൻ വേണ്ടി പറയുന്നത്. ഒരു ദൈവം ഒരു കാര്യം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാട് വെട്ടിത്തെളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? കാട് വെട്ടിത്തെളിക്കുക നമ്മൾ പറയത്തില്ലേ? അപ്പോൾ എന്തിനാ വെച്ചാൽ സുവിശേഷം അറിയാത്തിടത്ത് അല്ലെങ്കിൽ ജാതികളുടെ ഇടയിലോട്ട് ദൈവം വിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് കാട് വെട്ടിത്തെളിപ്പിക്കുന്ന ഒരു ജോലി, ദ ബിഗിനിങ് ജോബ്. അതായത് നമ്മളിപ്പോൾ ഓടിച്ചു വന്നിട്ട് എല്ലാം ഈ വിത്തുകൾ വിതയ്ക്കുന്ന എല്ലാം നിലമെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് വിത്ത് വിതയ്ക്കുന്ന ജോലിയല്ല. ആരും പറയാത്തടത്ത്, ആരും ചെല്ലാത്തടത്തൊക്കെ നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. കാട് വെട്ടിത്തെളിക്കുന്ന വെച്ചാൽ സ്ട്രഗിളിങ് ആണ്. ഒരുപാട് ക്ഷുദ്രജീവികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡ്യൂട്ടി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഡ്യൂട്ടി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ദിവസങ്ങളിൽ പ്രസൻസ് ഓഫ് ഗോഡ് കർത്താവ് വർദ്ധിപ്പിക്കാൻ പോവാം. ദിവസം ഇരിക്കാൻ കർത്താവ് പറയുന്നു. പ്രസൻസ് ഓഫ് ഗോഡ് കർത്താവ് പറയുന്നു. യെസ്, പ്രസൻസ് ഓഫ് ഗോഡ് ദൈവം വർദ്ധിപ്പിക്കാൻ പോവാം, പ്രകാശം വർദ്ധിപ്പിക്കാൻ പോവാം. എന്നോട് പറഞ്ഞ ഒരു 7 ദിവസക്കാലം പറ്റുമെങ്കിൽ ശരീരമൊക്കെ ഒരു നേരം കഴിച്ചാലും കുഴപ്പമില്ല, കുറച്ച് സമയം ഇരിക്കണം, ഉപവാസം പോലെ ഇരിക്കണം. മനസ്സിലായോ? ഒരു ഉച്ചവരെ ഇരുന്നാലും മതി. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആളായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് ആഴ്ചയിലാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം ഇരിക്കണം. അപ്പോൾ ഒരു പ്രസൻസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഒരു പ്രകാശ ദൈവം വർദ്ധിപ്പിക്കാൻ പോവാം. ഈ തേനീച്ച അല്ലെങ്കിൽ നമ്മൾ തേനീച്ച പോലെ മറ്റൊരു ജീവി ഉണ്ടല്ലോ, കടുന്തൽ എന്ന് പറഞ്ഞ ജീവി ഉണ്ടല്ലോ, കടുന്തൽ അങ്ങനെ കണ്ട് അത് വന്ന് കൂട് കെട്ടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അനേകം ഡീമൻസ് വരുന്നുണ്ട്. ഡീമൻസ് പറഞ്ഞാൽ മനസ്സിലാവും, പൈശാചിക ശക്തികൾ അവൻ്റെ തന്ത്രങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൂട് കെട്ടാൻ വരുന്നുണ്ട്.
അപ്പം നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും പ്രസൻസ് വന്നു കഴിയുമ്പോൾ, നമ്മുടെ വെളിച്ചം വന്നു കഴിയുമ്പോൾ, അത് ഈ പ്രകാശത്തെ നീക്കാൻ പറ്റാത്ത രീതിയിൽ ഓടിപ്പോകാനിടയാവും, പറന്ന് തിരിച്ചു പോകും. ഇപ്പോൾ ദിവസങ്ങളിൽ നമ്മളിലൊരു കൂട് കിട്ടുവാൻ പൈശാശക്തി ആരംഭിച്ചുകൊണ്ടിരിക്കുക, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പല അവൻ്റെതായ അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കുക, അവൻ്റെതായ ആരോകൾ ഇട്ടുകൊണ്ടിരിക്കുക, അവൻ്റെതായ ഒരു തന്ത്രങ്ങൾ, പ്ലാനുകൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ദിവസങ്ങളിൽ ഇരിക്കാമെങ്കിൽ, പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി വെളിപ്പെടുമ്പോൾ. യെശയ്യാപ്രവചനം 43-ാം അധ്യായം ബ്രദറിനുള്ള കേട്ടോ. യെശയ്യാപ്രവചനം 43-ാം അധ്യായം, യെശയ്യാപ്രവചനം 43-ാം അധ്യായം ബ്രദറിനുള്ള. അതുപോലെ സങ്കീർത്തനങ്ങൾ 23 ബ്രദറിനുള്ള. നിങ്ങളുടെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ ആവശ്യമുണ്ടെങ്കിൽ 23-ാം സങ്കീർത്തനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നു. 43 ബ്രദറിനുള്ളതാണ്, സങ്കീർത്തനം 23 ബ്രദറിനുള്ള. താങ്ക് യു കർത്താവ്. ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. ഷിബു ഏലിയാസിനോട് പ്രാർത്ഥിക്കുന്ന നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ പ്രിയമങ്ങളിൽ വ്യാപരിക്കട്ടെ. ടച്ച്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ബ്രദറിൻ്റെ മേൽ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. ബ്രദർ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ആ പ്രസൻസ്? ദ നെയിം ഓഫ് ജീസസ്. ആ പ്രസൻസ് ഇറങ്ങി വരുന്നുണ്ട്. കർത്താവ് തൊടുന്നതിനായ സ്തോത്രം. കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. കർത്താവ് പ്രിയമങ്ങളിൽ ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. ഫയർ ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മ തൊടുന്നു കേട്ടോ. നിങ്ങൾ തൊടുന്നു. ചില പൈശാചിക മണ്ഡലങ്ങൾ കരിച്ചു കളയുന്നു. ദ നെയിം ഓഫ് ജീസസ്. യെസ്, സംഭവിക്കുന്നതിനായ സ്തോത്രം. ഇൻ ജീസസ് മൈറ്റി നെയിം. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മഞ്ജു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. മഞ്ജു സിസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്തേ. മഞ്ജു സിസ്റ്റർ മ്യൂട്ട് ഓപ്പൺ ചെയ്യും, മൈക്ക് ഓപ്പൺ ചെയ്യും. മഞ്ജു സിസ്റ്ററാണ് ഇരിക്കുന്നത് അല്ലേ? മഞ്ജു ബിജു അല്ലേ? മ്യൂട്ട്. യാ രണ്ടുപേരും ഇരിപ്പുണ്ട്. അതിൽ ആരാ മഞ്ജു സിസ്റ്റർ? ഓ മോൾ. ഓക്കെ. മോളുടെ പേരെന്നാ? എന്തോ? എസ്തർ. ഓക്കെ. ജീബാറ ഖാൻ. എസ്തറിനെ ഒരു ദൈവം ഒരു നല്ല ഒരു എന്താ പറയുന്നത്, വൈറ്റ് കളറുള്ള ഒരു താറാവ് പോലിരിക്കുന്ന ഒരു പക്ഷിയുണ്ടല്ലോ ഇവിടെ കാണുന്നത്. അതിങ്ങനെ വെള്ളത്തിൽ കിടന്നിങ്ങനെ, അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അതിൻ്റെ ചിറകുകളിങ്ങനെ വിടർത്തി സന്തോഷിക്കുന്ന ഒരു രംഗം ദൈവം കാണിക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ വെള്ളത്തിൽ, അതായത് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന അനുഭവം കർത്താവ് തരാൻ പോവാം. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം കർത്താവ് തരാൻ പോവാം. എസ്തേർമേൽ പരിശുദ്ധാത്മാവിൽ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. യെസ്. കർത്താവ് പറയുന്നത് ഈ ദിവസങ്ങളിൽ എസ്തേറിൻ്റെ തുറന്നു കൊടുക്കണം, ഹൃദയം തുറന്നു കൊടുക്കണം ദൈവത്തിന് വേണ്ടി. ഒരു ഭരണി അടച്ചു വെച്ചിരിക്കുന്ന പോലെ അടച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന് പകരാൻ പറ്റുന്നില്ല എസ്തേറിന് മേലെ. ദിവസങ്ങളിൽ സറണ്ടർ കൊടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ ദിവസങ്ങളിൽ ഇന്ന് സറണ്ടർ കൊടുക്കണം. കർത്താവ് എന്നെ ഹൃദയം തുറക്കുകയാണ്, എൻ്റെ എല്ലാം സറണ്ടർ തരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനിൽ ഒഴുകണം, വസിക്കണം, വ്യാപരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ശക്തി സിസ്റ്റം വരാൻ പോവാം. ദ നെയിം ഓഫ് ജീസസ്. വിദ്യാഭ്യാസ മണ്ഡലങ്ങൾ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക. മീൻസ് എഡ്യൂക്കേഷൻ ലെവലിലൊക്കെ കർത്താവ് അനുഗ്രഹിക്കും. വിസ്ഡം തരും, വിസ്ഡം. അതുപോലെ ബൈബിൾ ഒരുപാട് വായിക്കുവാൻ ദൈവകൃപ തരാൻ പോവാം. ബൈബിളുകളൊക്കെ വായിക്കുവാൻ ദൈവകൃപ തരും. ഹല്ലേലൂയ. അങ്ങനെ അതിനുവേണ്ടി ഇരിക്കാൻ കർത്താവ് പറയുക. ബൈബിൾ വായിക്കുവാൻ എഡ്യൂക്കേഷൻ മണ്ഡലങ്ങളിലൊക്കെ ദൈവം അനുഗ്രഹം തരാൻ പോവാം. ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പ്രിയമകളിൽ മേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ്. അഭിഷേകം നടക്കട്ടെ. സന്തോഷിക്കട്ടെ കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യെസ്. ചില കെട്ടുകളൊക്കെ കർത്താവ് പഴിച്ചു മാറ്റുന്നുണ്ട്. ഈ ശരീരം മുഴുവൻ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന അനുഭവം അതൊക്കെ മാറിപ്പോവുക. യേശുവിനെ അത് അഴിഞ്ഞു പോട്ടത് കർത്താവ് അഴിച്ചു വിടുന്നതിനെ സ്വതന്ത്രമാക്കുക. അഭിഷേകം സകല മുഖത്തെ തകർക്കട്ടെ കർത്താവ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ഇറങ്ങി സകല തുകകൾ തകർന്ന് മാറട്ടെ, ഉടഞ്ഞു മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് പറയുന്നത് ഞാൻ നല്ലൊരു പാത്രമാക്കി മെനയാൻ പോവാന്ന് എസ്തേറിനെ. കുശവൻ്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ ഞാൻ മെനയാൻ പോവാം. ജെറമ്യാ പ്രവചനത്തിൻ്റെ അത് കാണുന്നത് പോലെ ദൈവത്തിൻ്റെ നല്ലൊരു പാത്രമായിട്ട് മെനയാൻ പോവാണ്. അതുകൊണ്ട് സറണ്ടർ കൊടുക്കാൻ കർത്താവ് പറയുന്നത്. കർത്താവിന് വേണ്ടി കൊടുക്കാനാണ് പറയുന്നത്, സറണ്ടർ കൊടുക്കാനാണ് പറയുന്നത്, കർത്താവിന് വേണ്ടി സമർപ്പിച്ച് കൊടുക്കാനാണ് പറയുന്നത്. ദൈവം ഒരു നല്ല പാത്രമായി മെരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് ഇട്ട് വെച്ച് മറ്റുള്ളവർക്ക് ഒരു കാഴ്ചവസ്തുവാക്കി മാറ്റാൻ പോവാം. എസ്തേർ, ദ നെയിം ഓഫ് ജീസസ്, ഐ ബ്ലെസ് ഹർ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന് ശക്തി ഒഴുകട്ടെ കർത്താവ്. ദൈവം വ്യാപരിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ മഞ്ജു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിന് വേണ്ടി പ്രയോജനമാക്കി തീർക്കണം കർത്താവ്. ഓടുവാൻ അവരുടെ വിഷയങ്ങളും ഭാരങ്ങളും ഒക്കെ ദൈവം അറിയുന്നല്ലോ. അതിൽ മേലൊരു അത്ഭുതങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ്. അഭിഷേക ശക്തി ഇറങ്ങട്ടെ. എല്ലാ മുഖം തകർന്ന് മാറട്ടെ. ഉടഞ്ഞു മാട് കർത്താവ്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. റീഖാബാന ഷന്തൽ ഖമന ഹസ്തിനി. ഇരുട്ടിനെ ശാസിക്കുന്നു, മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. എല്ലാ ഇരുട്ട് മാറിപ്പോട്ടെ ജീവിതത്തിൽ നിന്ന്. എല്ലാ രോഗാത്മാവിനെ ശാസിക്കുന്നു, അഴിഞ്ഞു പോട്ടത്. ഇരുട്ടിൻ്റെ ശക്തി അഴിഞ്ഞു പോട്ടെ ശരീരത്തിൽ നിന്ന്. ഇരുട്ടിൻ്റെ വ്യാപാരം അഴിഞ്ഞു പോട്ടെ ജീവിതത്തിൽ നിന്ന്. ഇരുട്ടിൻ്റെ എല്ലാ തന്ത്രങ്ങൾ, പ്ലാനുകൾ, പൈശാചിക ശക്തികളെല്ലാം അഴിഞ്ഞു പോകാൻ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ ശരീരത്തിൽ. ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറയുമ്പോൾ സിസ്റ്റർ എന്താ അനുഭവിക്കുന്നത്? എന്തോ അല്ലേ? എന്തോ യാ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഇരുട്ട് മാറിപ്പോകട്ടെ. ഇരുട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഇരുട്ട് ഒരുപാട് ഇരുട്ട് കാണുന്നു. ഇരുട്ട് അത് മാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഇരുട്ടിങ്ങനെ കാറ്റിങ്ങനെ എന്താ പറയുന്നത്, ഈ പുക പോകുന്ന പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. ദ നെയിം ഓഫ് ജീസസ്. മാറിപ്പോട്ടെ. ശരീരത്തിൽ നിന്ന് ഇരുട്ട് മാറിപ്പോട്ടെ. മനസ്സിൽ നിന്ന് ഇരുട്ട് മാറിപ്പോട്ടെ. ചിന്തകളിൽ നിന്ന് ഇരുട്ട് മാറിപ്പോട്ടെ. കർത്താവ് ഒരു ബന്ധനെ പഴിച്ചുകൊണ്ടിരിക്കുക. ഒരു ബന്ധനം അഴിച്ചുകൊണ്ടിരിക്കുക. ഒരു പൈശാചിക ബന്ധനം കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുക. അതിനെ കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുക. ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തെ ബന്ധനം അഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തെ ബന്ധനം അഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. ശരീരത്തെ മനസ്സിലാവുന്നുണ്ട് ബന്ധനം അഴിയുന്നതായിട്ട്. യെസ്, ദ നെയിം ഓഫ് ജീസസ്. സംഭവിക്കട്ടെ അങ്ങനെ. ഫയർ ഹോളി ഗോസ്റ്റ്. ടച്ച്. ഹോളി ഗോസ്റ്റിന്റെ ടച്ച്. റീഖാബാന ഷംബൽക്കി മറാസ്തികൻ ഇരീസി മറക്കി. ഒരു ടച്ച് ഇപ്പം ഉണ്ടോ? ടച്ച്. ഹോളി സ്പിരിറ്റ് ടച്ച്. ദൈവത്തിൻ്റെ ടച്ച് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ദൈവത്തിൻ്റെ ടച്ച്. ശരീരം മുഴുവൻ ടച്ച് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. മുഴകളൊക്കെ മാറുന്ന പോലെ ഈ വയറിനകത്ത് എന്തോ ഒരു മുഴ പോലെ യേശു അങ്ങനെ എന്തോ ഒരു അവസ്ഥ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുക. ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ രോഗമിടാൻ നോക്കുന്ന പോരുകളെ ശാസിക്കുന്നു. ശരീരത്തിൽ രോഗമിടാൻ നോക്കുന്ന പോരുകളെ ശാസിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ്. അതിപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോകാൻ കൽപ്പിക്കണം. ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഒരു ദൈവശക്തി ഇങ്ങനെ സിസ്റ്ററിൻ്റെ തലയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവൻ ഇങ്ങനെ സർക്കിൾ, ഒരു തീ ഇങ്ങനെ തലവഴി ഇങ്ങനെ ഒഴുകി ശരീരത്തിലോട് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സിസ്റ്റർ മനസ്സിലാവുന്നുണ്ടോ? ശരീരത്തിൽ എന്തെങ്കിലും ഫയർ മനസ്സിലാവുന്നുണ്ടല്ലേ? താങ്ക് യു ജീസസ്. ആ ഫയറിനായ സ്വതം. ആ ഫയർ കർത്താവ് ചുറ്റൊഴുകിക്കൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളായിരിക്കുന്ന മുറിക്കാത്ത ആ തീ ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നിങ്ങളങ്ങനെ ചുഴലി പോലെ ഭവനത്തിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ചുറ്റി ഇങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചിട്ട് കാറ്റ് പോലെ അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. താങ്ക് യു ജീസസ്. അതിങ്ങനെ അത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭവനം മുഴുവൻ സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. ആത്മാവിൻ്റെ സാന്നിധ്യം. സ്വർഗം തുറന്ന് ഒരു ചുഴലിക്കാറ്റ് നമ്മൾ കാണുന്നത് പോലെ, ചുഴലിക്കാറ്റ് കാണുമല്ലോ, അതുപോലെ കാണുന്ന പോലെ സ്വർഗത്തിൽ നിന്നൊരു തീ ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുഴലിക്കാറ്റ് പോലെ നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിലോട്ട് നിങ്ങളായിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതിൻ്റെ അകത്ത് ദൂതന്മാർ കയറി ഇറങ്ങുന്നുണ്ട്. ആ തീക്കകത്തൂടെ ദൂതന്മാർ കയറി ഇറങ്ങും. ഓ റീഖാബാന ഷന്തൽക്കാർ. ചില വിടുതലുകൾ ഭവനത്തിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ ഭവനത്തിൽ ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. നന്ദി കർത്താവേ, നന്ദി. നടക്കട്ടെ, സംഭവിക്കട്ടെ അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ. സംഭവിക്കട്ടെ അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സംഭവിക്കട്ടെ അങ്ങനെ നാമം. സ്തോത്രം. ഓക്കെ, ഇനി ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് തുറന്നിട്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് സമയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. സാമുവൽ ബ്രദർ അല്ലേ? വെറുതെ ഇരുട്ടത്തിരിക്കുന്നത് കാണാൻ പറ്റില്ല കേട്ടോ. സോറി. ഓക്കെ, സാമുവൽ ബ്രദർ. ഹസ്തിനി. സാമുവൽ ബ്രദറിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ മോശയുടെ കാര്യത്തിൽ 10 കൽപ്പന ദൈവം കൊടുക്കുവാനിടയായി. മനസ്സിലായോ? മോശയുടെ കാര്യത്തിൽ 10 കൽപ്പന കൊടുക്കുവാനിടയായി. 2 പ്ലേറ്റ് ആയിരുന്നു അല്ലേ? 2 പ്ലേറ്റ് പോലെ. ബ്രദർ മോശയുടെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന പോലെ 2 കൽപ്പലകമായിട്ട് നിൽക്കുന്ന ദൈവാത്മാവ് കാണിക്കുക. കൽപ്പനകൾ പിടിച്ചുകൊണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നു, ചില കമാൻഡ്സ്, ചില എന്താ പറയുന്നത്, മോശയെ ഉപയോഗിച്ചതുപോലെ, മോശയെ എന്ന് പറയുന്നത് ഈ 10 കൽപ്പന കൊടുത്തതുപോലെ ചില ദൈവികമായ ഉപദേശങ്ങൾ ബ്രദറിന് തന്ന് ഈ ജാതികളുടെ ഇടയിലോട്ട് പറഞ്ഞയക്കാൻ ദൈവം ആഗ്രഹിക്കുക.
ബ്രദർ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ ആഗ്രഹിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? യാ. പക്ഷേ ബ്രദർ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആ ശുശ്രൂഷ ഏൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മോശയെ 10 കൽപ്പനകൾ ഏൽപ്പിച്ചതുപോലെ ജനത്തിൻ്റെ ഇടയിൽ കൽപ്പനകളുമായി പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മോശ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്ന പോലെ ബ്രദർ നിൽക്കുക. നമ്മളമ്മ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ തന്നെ കാണിക്കുക. 2 പലകൾ കയ്യിലുണ്ട്. ജനത്തിൻ്റെ ഇടയിലോട്ട്, അതെന്താ ജാതികളുടെ ഇടയിലോട്ട് പോകാൻ കർത്താവ് പറയുന്നത്. കാരണം ഇസ്രായേൽ ജനം എന്ത് ചെയ്യുമെന്നറിയാവോ? മോശമില്ലാത്ത സ്ഥാനത്ത് അവർ കാളക്കുട്ടിയെ വെച്ച് ആരാധിക്കുവാനിടയായി. അപ്പം കാളക്കുട്ടിയെ ആരാധിക്കുന്നവരുടെ ഇടയിലോട്ട് കർത്താവ് അയക്കുവാൻ ആഗ്രഹിക്കുക. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ ഇടയിലോട്ട് ദൈവം അയക്കുവാൻ ആഗ്രഹിക്കുക. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി സറണ്ടർ കൊടുക്കുക. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അതിന് വഴിയൊരുക്കി തരും. അതിനുവേണ്ടി സ്റ്റെപ്പുകൾ വെച്ചാൽ ദൈവപ്രവൃത്തി കാണുവാനിടയാവും. പാമ്പുകളെയും തേളുകളും ശത്രു സകലപരത്തെ ചവിട്ടുന്ന കർത്താവേ, ശുശ്രൂഷയ്ക്കുള്ള മണ്ഡലം തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഭവനത്തിന്മേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ്, വിടുതലുകൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ശക്തി വ്യാപരിക്കട്ടെ, അവിടെ കൃപ വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവസ്ഥാനത്തിൽ സറണ്ടർ ചെയ്യുവാൻ കർത്താവ് കൃപ കൊടുത്താലും കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ സറണ്ടർനെസ് ഒക്കെ കാണുന്നു. നിങ്ങളുടെ കടന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ദൈവം കാണുന്നുണ്ട്. അങ്ങനെ മീൻസ് അതുപോലെ നിങ്ങൾ ഇരുന്ന് ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ദൈവം കാണുന്നുണ്ട്. താങ്ക് യു ജീസസ്. നന്ദി. ആ ദൈവത്തിൻ്റെ ആ പ്രവർത്തികൾ വെളിപ്പെടുവാൻ ആ ഹൃദയം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഹൃദയം അങ്ങനെ ദൈവസ്ഥാനത്തിൽ സറണ്ടർ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്ന കർത്താവേ, ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറാബാസി ഷന്തൽഖാസ്തിക്കിനി ഹോളി ഗോസ്റ്റ് ടച്ച്. ഒരാത്മാവിൻ്റെ സ്ഥാനത്ത് ഇറങ്ങുന്നുണ്ടല്ലോ ബ്രദറോടെ, ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. ആത്മസ്ഥാനത്തിലൂടെ ഇറങ്ങുന്നുണ്ടല്ലോ ബ്രദറിൻ്റെ മേലെ. ശക്തി വ്യാപരിക്കുന്നുണ്ടല്ലോ അല്ലേ? റിസീവ് ഇറ്റ് യെസ്, റിസീവ് ചെയ്യുക. ആത്മസ്ഥാനത്ത് എന്നെ കാണിക്കുന്നുണ്ട്, പരിശുദ്ധാത്മ തുടർന്ന് കാണിക്കുന്നുണ്ട്, ഇറങ്ങി വരുന്ന കാണിക്കുന്നുണ്ട്. റിസീവ് ഇറ്റ് നൗ. പവർ റിസീവ് ചെയ്യുക. യെസ്, റിസീവ് ചെയ്യുക. താങ്ക് യു ജീസസ്. കർത്താവേ, പവറിനായ സ്തോത്രം. ആ പവറിനായ സ്തോത്രം. ബ്രദറിന് പല ഡെലിവൻസ് ചെയ്യണം. ദിവസങ്ങളിൽ ഡെലിവൻസ് പലതിനും ഡെലിവൻസ് ചെയ്യാൻ പോകും, പല വിഷയങ്ങൾക്കും. അത് വെളിവരാൻ സമയമായി. വെളിവരാൻ സമയമായി. അവിടെ ശക്തമായി പ്രാർത്ഥിക്കുക. ശക്തമായ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. അനോയിൻറ്റിങ് പ്രാർത്ഥിക്കുക. ദൈവസ്ഥലം സറണ്ടർ കൊടുക്കുക. ആത്മാവ് വിടുവിക്കും. ആത്മാവിന് ശക്തിയായ പരിശുദ്ധാത്മ വിടുവിക്കും ബ്രദറിനെ. നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി. ജിഷ ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയമോളെ അനുഗ്രഹിക്കണമെന്ന് മോളെന്ന് തോന്നല്ലേ, സിസ്റ്റർ അല്ലേ? ഓക്കെ. കർത്താവെ, സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്ററിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ജോലിയിലെല്ലാം വിടുതൽ കൽപ്പിക്കണം. അത്ഭുതങ്ങൾ നടക്കണം വീട്ടിൽ കർത്താവെ, ജോലിയിൽ. അതുപോലെ കർത്താവെ, റാഖി മാതിരിക്ക് ഒരു ദിവസാണ് ഇറങ്ങി വരുന്നുണ്ട് സിസ്റ്റർ. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫയർ ഇറങ്ങി വരുന്നുണ്ട്. ടച്ച്. ഹൃദയത്തിനുള്ളൊരു സമാധാനം ഇപ്പോൾ സിസ്റ്റർ തരുന്നുണ്ട്. സിസ്റ്റർ അല്ലേ? എന്തി പോയോ യേശു? അയ്യാ, ഹൃദയത്തിനുള്ളൊരു സമാധാനം ഇപ്പം ദൈവം തരുന്നുണ്ട്. ഇപ്പം നോക്കിയേ, ഹൃദയത്തിനുള്ള ഭാരം ദൈവമാണെന്നൊരു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു യേശു പറഞ്ഞു. ആ സമാധാനം ഇപ്പോൾ സിസ്റ്ററിൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. സിസ്റ്റർ ഫീൽ ചെയ്യുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു തണുപ്പ് വരുന്നുണ്ട് ഹൃദയത്തിൽ അല്ലേ? ഉണ്ടോ ഇല്ലയോ? യെസ്. ഹൃദയത്തിനുള്ളൊരു തണുപ്പ് കർത്താവ് അയച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിൻ്റെ ഭാരം മാറ്റുക. എന്തൊക്കെയോ ഭാരം ദൈവത്ത് മാറ്റുക. അതുപോലെ സിസ്റ്റർ എന്തോ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക. എന്താ ഭാരം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക. കർത്താവ് പറഞ്ഞ ഭാരം എടുത്ത് മാറ്റാൻ പറയുന്നു. വിശ്വാസത്താൽ ആ ഭാരം എടുത്ത് മാറ്റുക കേട്ടോ. വിശ്വാസത്തിലെടുത്ത് ഭാരം മാറ്റും. കർത്താവ് ആ ഭാരം എടുത്ത് മാറ്റാൻ പോവാം. കർത്താവിനോട് പറ, എൻ്റെ ഈ ഭാരങ്ങൾ കർത്താവിന് തരുമെന്ന് പറ. ഇങ്ങനെ പറ. എൻ്റെ വായുകൊണ്ട് തന്നെ പറ, കർത്താവ് എൻ്റെ തലയിരിക്കുന്ന ഭാരം, ഞാൻ ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരം യേശുവിനെ അങ്ങ് ഏൽപ്പിക്കുക. ഇങ്ങനെ പറ. അങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് സിസ്റ്റർ ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരം യേശുവിൻ്റെ കരങ്ങളോട്ട് മാറുന്നു. ഫ്രീ ആകട്ടെ. സെറ്റ് ഫ്രീ ആകട്ടെ കർത്താവേ. ഫ്രീ ആകട്ടെ. ഹൃദയം ഫ്രീ ആകട്ടെ. മൈൻഡ് ഫ്രീ ആകട്ടെ. ടെൻഷനുകൾ മാറട്ടെ. സ്ട്രെസ്സുകൾ മാറട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തി എല്ലാ മുഖത്തെ തകർക്കട്ടെ കർത്താവേ. എല്ലായിടത്തും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാലും കർത്താവേ, അങ്ങനെ സഹായിക്കുന്ന ആത്മാവാണല്ലോ. പരിശുദ്ധാത്മാവ് പ്രിയമുള്ള സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. റീന സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയമുള്ള സഹായിക്കണം. അഭിഷേകം സകല മുഖത്തെ തകർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവസ്ഥാനത്ത് ഇറങ്ങട്ടെ കർത്താവ്. ഇപ്പോൾ ദൈവസ്ഥാനത്ത് ഇവിടെ ഇറങ്ങട്ടെ.
ഇപ്പോൾ പ്രിയ മകളിൽ മേലൊരു ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിനു വേണ്ടി ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവേ. യേശുവിൻ്റെ ശക്തിയോടെ വ്യാപരിക ഉറാക്കി ക്രിസ്തുവിൻ്റെ സാന്നിധ്യോടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ദൈവസാന്നിധ്യോടെ ഇറങ്ങുന്നുണ്ട്. അവിടെ റൂം മുഴുവൻ പ്രകാശമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിൽക്കുക. നിങ്ങളായിരിക്കുന്ന ദൈവസാന്നിധ്യത്തിൽ നിൽക്കുവാണ്. ഒരു പ്രകാശം, വെള്ള പ്രകാശം ഇങ്ങനെ ആ ശിസ്തിരിക്കുന്നതിന് ചുറ്റിനും ഗ്ലോറി അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒരു ഗ്ലോറി തേജസ് ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുക. തേജസ്, ദൈവത്തിൻ്റെ തേജസ്. ദൈവത്തിൻ്റെ വാക്ക് പറയാം, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടത്തില്ലെന്ന് കർത്താവ് പറയുന്നു. ഒരു നാൾ ഞാൻ നിന്നെ കൈവിടത്തില്ല. കർത്താവിൻ്റെ വാക്തത്വം കേട്ടോ, മുറുകെ പിടിച്ചോണത്. കർത്താവ് പറയണം, ഒരു നാൾ ഞാൻ നിന്നെ കൈവിടത്തില്ല. കർത്താവ് പറയണം, നീ അല്ല എൻ്റെ കൈ പിടിച്ചിരിക്കുന്നത്, ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുക. ഓ താങ്ക് യു. കർത്താവിനെ കാണിക്കുന്ന എങ്ങനെ തന്നെ, ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരു മനുഷ്യൻ, ഇപ്പോൾ ഒരു പിതാവ് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ എങ്ങനെ പിടിച്ചിരിക്കുന്നത് അതുപോലെ സിസ്റ്ററുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക യേശു. കർത്താവ് പറയണം, ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. എന്നിട്ട് കർത്താവ് പറയണം, പ്രതികൂലത്തിന് നടുവിൽ ഞാനാണ് കൊണ്ടു നടക്കുന്നത്. നീ തീ കൂടെ നടക്കുമ്പോൾ ദഹിച്ചു പോകത്തില്ല. നീ വെള്ളത്തിൽ മുന്നിൽ നടക്കുമ്പോൾ വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. അവിടെ ആ വാക്യം കർത്താവ് ഇടപെടുക. സിസ്റ്റർ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ദൈവം കൂടെയുണ്ട്. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തും. വെള്ളത്തിൽ കൂടെ തീ കൂടെ ഒക്കെ നീ കടന്നു പോകുന്നുണ്ട്, പക്ഷേ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഓ പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. താങ്ക് യു ജീസസ്. വെള്ളത്തിലൂടെ തീയിലൂടെ ഒക്കെ കടന്നു പോകുന്ന സഹോദരി, കർത്താവെ ഞങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നതിനാൽ നന്ദി പറയുകയാണ്. ഫയർ ഹോളി ഗോസ്റ്റ്, ഒരു പൈശാചിക ശക്തി ഇപ്പോൾ കർത്താവ് കരിച്ചു കളയുക. നന്ദി. ആ ശക്തി കരിഞ്ഞു പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കരിഞ്ഞു പോകുന്നതിനായി സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഇറങ്ങുന്നുള്ളൂ. സിസ്റ്റർ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി. ഐ ലവ് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കത്തിച്ച് ആമ്പലായിക്കൊണ്ടിരിക്കുന്നത് എന്താ പൈശാചിക ശക്തികളൊക്കെ ദൈവം ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.